എഫേസ്യ ലേഖനം 5-ാം അധ്യായം एफेसियों की किताब 5वां अध्याय 22, 23, 24 22 से लेकर 25 वचन पढ़ने के समय में അതെ 33 തുടർന്ന വാക്യങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായ മർമ്മം 23वां वचन पढ़ने के समय में एक बहुत बड़ा बातें बताया गया है। ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്കും സകലത്തിലും കീഴടങ്ങിയിരിക്കണം. हे पत्नी अपने अपने पति के ऐसे अधीन रहो जैसे प्रभु ने किया है, क्या क्योंकि पति अपने सिर की मसीह कलीसिया के सिर है और आप ही देह का उद्धार करता है। पर जैसे कलीसिया मसीह के अधीन है वैसा ही पत्नियां भी हर बात में अपने अपने पति के अधीन रहो. അതെ, കീഴടങ്ങൽ അല്ലെങ്കിൽ സമർപ്പണം സബ്മിസീവിനെ കുറിച്ചാണ് ഇവിടെ വേദപുസ്തകം പറയുന്നത്. यहाँ पर अधीन रहो करके बताया गया है. അതെ, അൺകണ്ടീഷണൽ ലവും സബ്മിസീവ്. और बहुत बड़े प्यार और अधीन के बारे में बताया गया പറയട്ടെ, അളവില്ലാത്ത സ്നേഹവും സമർപ്പണവും. सोमा नहीं रहने वाला प्यार और अधीनता. ദൈവത്തിന്റെ സ്നേഹം അളവില്ലാത്ത സ്നേഹമാണ്. यीशु मसीह का प्यार जो है अदम्भा है. കർത്താവ് പറഞ്ഞു, നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. और अनादि प्यार से मैं तुम्हें बुलाया गया हूं. ജീവനെ നൽകി നമ്മെ സ്നേഹിക്കുകയുണ്ടായി. जिंदगी देते हुए हमें जीवन प्यार അതെ, किया. ആത്മമണവാളനാകുന്ന കർത്താവ് അൺകണ്ടീഷണൽ ആയി സഭയെ സ്നേഹിച്ചു. दुल्हा रहने वाले यीशु मसीह कई बार प्यार किया गया है. സഭയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നതാണ് സബ്മിഷൻ, സമർപ്പണം എന്ന കാര്യം. और कलीसिया की ओर से प्रभु चाहता है कि पूरी तरह से उनकी अधीन ഇന്ന് रहो. നിങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ് സമ്പൂർണ്ണ സമർപ്പണമുള്ള ഒരു ക്രിസ്തീയ ജീവിതം. आपसे और मुझसे प्रभु चाहता है कि आप पूरी तरह से अधीन रहे. ഓ യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതം. बलिदान होकर यीशु मसीह की ओर सुनने वाले एक अनुभव. ആത്മീയ ജീവിതം കുറച്ച് ബഹളമുണ്ടാക്കുന്നതോ പാട്ടുപാടുന്നതോ പ്രസംഗിക്കുന്നതോ ഒന്നും അല്ലേയല്ല. आत्मिक जिंदगी गीत गाना और प्रभु की वचन सुनना ही नहीं है. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് 5 മെസ്സേജ് ഡെയിലി ഫേസ്ബുക്കിലും യൂട്യൂബിലും മാറി മാറി ശ്രദ്ധിക്കുന്നതല്ല. और 5 फेसबुक में प्रचार सुनने वाला नहीं है. അതെ, ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിന്റെ വിലയേറിയ കൃപയാലുള്ള സമർപ്പണത്തിലുള്ള ജീവിതമാണ്. आत्मिक जिंदगी मतलब यीशु मसीह में पूरी तरह से अधीनता होकर जीना है. റോമർ 12:2 പറയുന്നു, ഇറ്റ്സ് എ ലിവിംഗ് സാക്രിഫൈസ്. അത് ജീവിക്കുന്ന സമയത്ത് തന്നെ യാഗമായി ജീവിക്കുന്ന അനുഭവം. रोमियो के पिता 12 अध्याय में बताया गया है कि हम जिंदा होकर प्रभु की और बलिदान होकर होना चाहिए. കാരണം ദൈവം നമ്മിൽ നിന്ന് ആ സമർപ്പണം പ്രതീക്ഷിക്കുകയാണ്. क्योंकि हम अधीनता रहने के लिए प्रभु चाहता है. സമർപ്പിക്കപ്പെട്ട ജീവിതം. पूरी तरह से अधीन रहना है. ഏത് തുറയിൽ ഏത് വിധത്തിലുള്ള വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിലും അവർ സമർപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് അവർ ദൈവത്തിന്റെ കൃപയാൽ कोई അനുഗ്രഹിക്കപ്പെട്ടത്. भी प्रकार किसी भी रीति में रहने वाले कैसे आशीष पाया गया है वे अधीन की जिंदगी बिताया गया है. വലിയ വലിയ ക്രിക്കറ്റ് സ്റ്റാറുകളെ കുറിച്ച് ഇപ്രകാരം ഞാൻ വായിക്കുകയുണ്ടായി. क्रिकेट स्टार्स के बारे में मैंने ऐसा सुना. കളിയില്ലാത്ത ദിവസവും ടിവിയിൽ ആരും കാണാത്ത ദിവസവും 4-5 മണിക്കൂർ അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. जब खेल नहीं रहता तो भी कोई भी देखता नहीं तो भी वो 4-5 घंटे प्रैक्टिस करता അതുകൊണ്ടാണ് है. അവർ വേൾഡ് സ്റ്റാറുകളായി ഉയർത്തപ്പെടുന്നത്. इसके लिए वर्ल्ड स्टार बनते हुए आगे बढ़ते हैं. നമുക്കറിയാം, ഈ രാജ്യത്തിലെ പല മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും കുടുംബം പോലും മാറ്റിവെച്ച ദൈവത്തിന്റെ മാറ്റിവെച്ചവർ വളരെ സമർപ്പണത്തോടെ ജീവിക്കുന്നവരാണ്. और यहाँ के मुख्यमंत्री लोग और प्रधानमंत्री लोग परिवार को छोड़कर कई बातों में वो आगे बढ़ रहा है. സോ ബിസിനസ്സിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, സിനിമയിലാകട്ടെ, ഏത് വിധത്തിൽ ഉയർന്നവരാണെങ്കിലും അവർ അത്ര സമർപ്പണത്തിൽ ജീവിക്കുന്നവരാണ്. राष्ट्र में रहने पाए, सिनेमा में रहने पाए, कोई भी रीति में रहने वाले उनके जिंदगी पूरी तरह से सौंपा गया, इसके लिए वो लोग ऊंचा पाएगा. സോ ഈ അന്ത്യകാലത്ത് സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ജനം എഴുന്നേൽട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. इस अंतिम समय पर अधीन रहने वाले ऊंचा उठा तो बहुत अच्छी बात है. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭ പുതിയൊരു ചരിത്രം മെനയുന്നതായി തീരും. प्रभु की कलीसिया एक बहुत बड़ी चरित्र बनता है. അതെ, ചാൾസ് ഫിന്നി എന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, चार्ल्स फिन्नी का परमेश्वर के दास पर പാപത്തെ വെറുക്കുന്ന 50 പേരെ എനിക്ക് താ, അവരിലൂടെ ലോകത്തെ മാറ്റി ഞാൻ കാണിച്ചു തരാം. पाप से पूरी तरह से दूर रहने वाला 50 लोगों को मुझे दे ताकि इस दुनिया को मैं दिखाऊंगा वो कैसा പാപത്തെ चलेगा. വെറുക്കുന്ന 50 പേരെ എനിക്ക് താ, ഞാൻ അവരിലൂടെ ലോകത്തെ മാറ്റി ഞാൻ കാണിച്ചു തരാം. और 50 लोग पाप से पूरी तरह से दूर रहने वाले मुझे दे ताकि इस दुनिया को बदलते हुए मैं दूंगा. അർത്ഥം സമർപ്പണമുള്ളവരെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. क्योंकि अधीनता में रहने वालों को प्रभु ऊंचा करने वाला है. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. हम पूरी तरह से प्रभु के हाथों में सौंप के दे. അതെ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് അമർന്നിരിക്കുന്നത് പോലെ माँ के हाथ में कैसे मिट्टी रहा है, ദൈവത്തിന്റെ സന്നിധിയിൽ അമർന്നിരുന്നാട്ടെ. हम प्रभु की उपस्थिति में सोमना है. ഒരുപക്ഷെ നിങ്ങൾ ഉടഞ്ഞവരായിരിക്കാം, पूरी तरह से टूटा हुआ रोग रहेंगे. ഇന്നലകളിൽ നിങ്ങൾ
പിന്മാറിയവരായിരിക്കാം, पीछे हटा हुआ लोग रहेंगे, കുറവുകളും കുറ്റങ്ങളും कई സംഭവിച്ചവരായിരിക്കാം. प्रकार के मुसीबतों में आगे बढ़ने वाले പക്ഷെ रहेंगे. ഇന്നും തകർന്ന് മുടഞ്ഞ് നിരാശയിലിരിക്കുന്ന നിന്നെ നോക്കി കർത്താവ് പറയുന്നു, മകനെ മകളെ, നിന്റെ ജീവിതത്തെ എന്റെ കരത്തിൽ താ, ഞാൻ നിന്റെ ഒരു മാനപാത്രമായി മെനയട്ടെ. उठा हुआ और अनुभव में आगे बढ़ने वालों को देखकर यीशु मसीह कहता है, मेरे हाथ में रहे ताकि तुझे एक अच्छा बासन बनाऊंगा. അതേ സമർപ്പണമുള്ളവരെ ദൈവം മാനിക്കുന്നു. अधीनता में रहने वाले को प्रभु ऊंचा करता है. സഭയിൽ നിന്ന് ആത്മമണവാളനാകുന്ന കർത്താവ് പ്രതീക്ഷിക്കുന്നതാണ് സമർപ്പണം. कलीसिया में रहने वाले दुल्हा इस प्रकार की इच्छा करता है कि वे अधीन ഞാൻ रहे. അല്പം പോലും മടി കൂടാതെ പറയട്ടെ, സമർപ്പണം ദൈവത്തിന് മുൻപിൽ അതൊരു സൗന്ദര്യം തന്നെയാണ്. और मैं पूरी तरह से बताना चाहता हूं, प्रभु के सामने अधीनता एक सुंदरता है. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവം ഭൂമിയിൽ വസിക്കുന്ന നിന്റെ ജീവിതത്തിലുള്ള സമർപ്പണം കാണുമ്പോൾ അത് സ്വർഗീയ സൗന്ദര്യമായി കണക്കിടുന്നു. विशुद्धि में भयंकर रहने वाला यीशु मसीह आपके और मेरे में रहने वाला अधीनता देखकर वो सुंदरता दिखलाता है. സൗന്ദര്യമുള്ളതിലേക്കല്ലേ നമ്മുടെ ശ്രദ്ധ പോകത്തുള്ളൂ. सुंदरता की ओर हमारे ज्ञान जाता है. ദൈവത്തിന്റെ ശ്രദ്ധ വരുന്നത് സമർപ്പിക്കപ്പെട്ട സഭയിലേക്കാണ്, സമർപ്പിക്കപ്പെട്ട ദൈവദാസനിലേക്കാണ്. परमेश्वर की ध्यान इस प्रकार जाता है, जो कोई भी पूरी तरह से अधीन रहता है कलीसिया और परमेश्वर के दास उनकी ओर आता है. ആരെ പോലെ സമർപ്പിക്കണം? इस प्रकार हम अधीन रहना है. ഓ, നമ്മുടെ മാതക പുരുഷൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. हमारा उदाहरण यीशु मसीह है. യേശു കർത്താവ് യവണ്ണം സമർപ്പിക്കപ്പെട്ടിരുന്നു അതേപോലെ സമർപ്പിക്കപ്പെടുക. जिस प्रकार यीशु ने सौंपा गया है वैसे ही हम सौंपना बहुत जरूरी है. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ 2000 साल पहले यीशु मसीह जब इस दुनिया में आया, തോന്നിയതുപോലെയല്ല അവൻ ജീവിച്ചത്, സമർപ്പിക്കപ്പെട്ടവനായിട്ടാണ് അവൻ जिस ജീവിച്ചത്. तरीके से उसने चाहा उस प्रकार नहीं, पूरी तरह से अधीनता में रहा. സമർപ്പണത്തിന്റെ ജീവിതമായിരുന്നു യേശുവിന്റെ ജീവിതം. पूरी तरह से सौंपने का अनुभव था यीशु मसीह की जिंदगी. യേശുവിന്റെ ശൈശവ പ്രായമാണെങ്കിലും യേശുവിന്റെ ശുശ്രൂഷയാണെങ്കിലും ക്രൂശിലെ മരണമാണെങ്കിലും മുഴുവൻ സമർപ്പിക്കപ്പെട്ടതിന്റെ അടയാളമായിരുന്നു. यीशु मसीह के छोटे उम्र और उनके सेवकाई और क्रूस के और पूरी तरह से देखा जाए तो अधीनता में रहा. അതെ, യേശുവിന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട ജീവിതമായതുകൊണ്ടാണ് ദൈവം അവനെ സകല നാമത്തിനു മേലായ നാമം നൽകി മാനിച്ചത്. यीशु मसीह की जिंदगी पूरी तरह से अधीनता में था, इसके लिए सारे नामों से ऊंचा नाम उनको दिया. ഹേ, യേശുവിന്റെ സമർപ്പണം എവിടെ നിന്നാണ് ആരംഭിച്ചത്? यीशु मसीह की अधीनता कहां से शुरुआत हुआ? 12ാം വയസ്സിൽ ദേവാലയത്തിൽ അവൻ ഇതായിരുന്നു പ്രസംഗിക്കുന്നു. 12 सभा में वो सभा में बैठकर प्रचार कर रहा है. ചുറ്റും ഇതാ പരീശന്മാരും ന്യായശാസ്ത്രിമാരുമുണ്ട്. ऋषि और न्यायाधीश हो उनके पास में है. ഇന്നത്തെ ലെവൽ അനുസരിച്ച് ഡബിൾ PhD ട്രിപ്പിൾ PhD ഒക്കെ ഉള്ളവരാണ് അവന്റെ ചുറ്റും ഇരിക്കുന്നത്. और आज के जमाने के और डबल ट्रिपल PhD रहने वाले उनके सामने അവർ बैठा है. അതിശയിച്ചു, 12 വയസ്സുള്ളവന് ഇത്രയും ദൈവവചനത്തിന്റെ പരിജ്ഞാനവും ജ്ഞാനവും എവിടെ നിന്നാണ്? 12 साल रहने वाले इस व्यक्ति को कैसे ज्ञान मिला है प्रभु के वचन से? ആർക്കോ പറഞ്ഞു കാണുക, ഈ ചെറുക്കൻ എല്ലാ വചനവും അറിയാം. कोई तो बोला होगा इस बेटे पूरी तरह से वचन ഈ जानता है. പയ്യന് വചനം എല്ലാം അറിയാം. इस बच्चे को पूरी तरह से वचन जानता എന്നാൽ है. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു, അവന് വചനം അറിയാമെന്ന് പറയല്ലേ, അവനാണ് ദൈവത്തിന്റെ വചനം. अगर मैं वहां रहता तो उनको ऐसा नहीं बोलता था कि वो वचन जानने वाला है, वो ही वचन है. ആ വചനം ജഡമായി തീർന്നവനാണ് അവനാണ് ദൈവത്തിന്റെ വചനം. वो ही वचन है ताकि वो जन्म लिया गया है. ഓ, അവൻ ശക്തമായി പ്രസംഗിക്കുകയാണ്. वो अच्छी रीति से प्रचार कर रहा है. മാതാപിതാക്കൾ വന്ന് കാണുമ്പോൾ माता और पिता के देखने के समय में അവർ പ്രാണപ്പെട്ട് പറയുന്നു, 3 ദിവസമായി നിന്നെ അന്വേഷിക്കുകയാണ്. वो घबरा गया, 3 दिन से मैं तुमले को ढूंढ रहा हूं. അവനെ വിളിച്ചിറക്കി, പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി. उनको निकाल दिया और उनके साथ चला गया. ലൂക്കോസ് 2:51 പറയുന്നു, लूका सुसमाचार 2 और बाद वचन बताता है. അതെ, അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. और उनके साथ निकलकर नसरत में आकर उनको पूरी तरह से सौंप के गया. നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. उनके साथ नसरत में आकर पूरी तरह से सौंपा गया. യേശുവിന്റെ സമർപ്പണം സ്വന്തം കുടുംബത്തിൽ ഉണ്ടായിരുന്നു. यीशु मसीह के अधीन था, पूरी तरह से परिवार में था. സ്വന്തം മാതാപിതാക്കൾക്ക് അവൻ കീഴടങ്ങിയിരുന്നു. पिता और माता को पूरी तरह से अधीन में रहा. യോസേഫിനും മറിയയ്ക്കും യേശു കർത്താവ് കീഴടങ്ങിയിരുന്നു. यूसुफ और मरियम के बीच में वो अधीनता में था. യുവാക്കന്മാരെ യുവതികളെ കേൾക്കട്ടെ, യേശു കർത്താവ് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. सुनने वाले सारे लोग सुनने पाए कि यीशु मसीह उनके अधीन में थे. കീഴടങ്ങേണ്ട സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ കൃപയിൽ കീഴടങ്ങുവാൻ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. अधीनता में रहने वाले समय पर अधीन में रहने के लिए प्रभु की उपस्थिति में प्रार्थना करें. അതേ, സൃഷ്ടി കർത്താവാകുന്ന കർത്താവ് സൃഷ്ടിയുടെ കീഴിൽ കീഴടങ്ങിയിരുന്നു. सृष्टिकर्ता परमेश्वर सृष्टि के बीच में वो पूरी तरह से अधीनता में था. യോസേഫ് സൃഷ്ടിയാണ്, മറിയ കർത്താവിന്റെ സൃഷ്ടിയാണ്. यूसुफ और मरियम परमेश्वर के द्वारा रचाए गए वो लोग हैं. അതുകൊണ്ടാണ് സൃഷ്ടിയാകുന്നതിനെ നമ്മൾ ആരാധിക്കത്തില്ല, സൃഷ്ടി കർത്താവിനെ മാത്രമേ നമ്മൾ ആരാധിക്കത്തുള്ളൂ. सृष्टि रहने
रहने वाले या रचाए हुए बातों में हम आराधना नहीं करता, सृष्टिकर्ता को हम आराधना ഞാൻ करता है। ആവർത്തിക്കുന്നു, എന്തുകൊണ്ട് മറിയം നമ്മൾ ആരാധിക്കത്തില്ല? മറിയ സൃഷ്ടിയാണ്, യേശു കർത്താവ് സൃഷ്ടി കർത്താവാണ്. मरियम को क्यों हम आराधना नहीं करते? वो रचाया गया है, लेकिन यीशु मसीह सृष्टि करता है। എന്നാൽ കർത്താവ് യേശു മറിയക്ക് കീഴടങ്ങിയിരുന്നു, യോസെഫിന് കീഴടങ്ങിയിരുന്നു. लेकिन यीशु मसीह उनको रचाया हुआ, यीशु मसीह पूरी तरह से उनके अधीन में थे। കാരണം നിന്റെ പാരന്റ്സിന് നീ കീഴടങ്ങിയിരിക്കണം എന്നത് നീ മനസ്സിലാക്കുവാൻ. तेरे पिता और माता के अधीनता रहना है, तेरा बात है। നിന്റെ വീട്ടിൽ മാത്രമല്ല നീ കീഴടങ്ങിയിരിക്കേണ്ടത്, केवल घर में ही नहीं। മറ്റൊരു വ്യാഖ്യാനം കൂടെ ഞാൻ പറയട്ടെ, ദൈവസഭ നിന്റെ ഭവനമാണ്. और कलीसिया आपके घर है। ഏത് സഭയിലാണോ ദൈവം നിന്നെ ഉറപ്പിച്ചിരിക്കുന്നത്, ആ സഭ നിനക്കൊരു ഭവനമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. परमेश्वर का वचन कहता है, जिस कलीसिया तुम्हारे लिए रखाया गया है वो कलीसिया तेरा घर है। എഫെസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, इफिसियों के पत्र 2 और 13 से नीचे पढ़ने के समय സഭ में ശരീരം മാത്രമല്ല, കെട്ടിടം മാത്രമല്ല, സഭ ഭവനം എന്നുകൂടെ വേദപുസ്തകം പറയുന്നു. कलीसिया केवल शरीर नहीं है, कलीसिया केवल बिल्डिंग नहीं है, कलीसिया पूरी तरह से परिवार है। ആ ഭവനമാകുന്ന സഭയിൽ കീഴടങ്ങിയിരിക്കേണ്ടവർക്ക് കീഴടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. उस घर में रहने वालों को पूरी तरह से अधीन में रहना चाहिए। കീഴടങ്ങാതെ ഒത്തിരി പേർ ദൈവകൃപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. अधीनता में ना रहते हुए प्रभु की पूरी तरह से कृपा को तोड़ दिया है। വളരെ ചെറുപ്പത്തിൽ ശുശ്രൂഷയിൽ ഞാൻ ആയിരിക്കുമ്പോൾ छोटे उम्र में परमेश्वर के सेवक ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് ചില ദൈവദാസന്മാർ ട്രാൻസ്ഫർ മേടിച്ചു പോകാതെ അവിടെ റബലിയസ് ആയി അനുസരണക്കേട് കാണിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ट्रांसफर देने के समय में वो ट्रांसफर पूरी तरह से स्वीकार ना करते हुए वहां ही रहा हुआ बातों को मैंने सुना है। അവർക്ക് ശുശ്രൂഷയുള്ളവരാണ്, അഭിഷേകമുള്ളവരാണ്, उनको सेवकाई है, उनको अभिषेक भी പക്ഷേ है, ഇപ്പോൾ റബലിയസ് ആയി അവർ മാറാതെ അവിടെ തന്നെ കടിച്ചു പിടിച്ചിരിക്കുന്നു. लेकिन ट्रांसफर ना होते हुए वहां ही वो लो रहा है। എന്നാൽ 5 വർഷം കഴിയുമ്പോൾ അവിടെ അഭിഷേകം നഷ്ടപ്പെടുന്നു, ശുശ്രൂഷ നഷ്ടപ്പെടുന്നു. 5 साल के बाद उनकी सेवकाई, उनकी अभिषेक नष्ट हो जा रहा है। അർത്ഥം കീഴടങ്ങേണ്ടവർക്ക് എത്ര വലിയ കൃപാവരമുള്ളവനെങ്കിലും കീഴടങ്ങി തന്നെയാകണം. कितना भी ऊंचे आत्मिक वरदान रहने वाले, अधीनता में रहने वाले अधीन में रहना चाहिए। അയ്യോ, ഇത് അനുസരണക്കേടിന്റെ തലമുറയാണ്, ये ना सुनने वाले बच्चों के बीच में हम ഇത് हैं। നിഗളത്തിന്റെ തലമുറയാണ്, ये पूरी तरह से घमंड रहने वाले हैं, ഇത് അഹങ്കാരത്തിന്റെ തലമുറയാണ്, घमंड के साथ आगे बढ़ने वाले हैं। ഇത് പത്തിയെടുത്ത് സർപ്പം സ്തോത്രം നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ ദാസന്മാർക്കെതിരെ വെല്ലുവിളിക്കുന്ന തലമുറയാണ്. साहब जिस प्रकार के ऊंचा होता है वैसे प्रभु के दासों के विरुद्ध बात करने वाले बच्चे हैं। എന്നാൽ ഞാൻ പറയട്ടെ, ഇസബേൽ താഴേക്കാണ്, ഏലിയാവ് മേലേക്കാണ്. इसाबेल नीचे की ओर, एलिया ऊपर की ओर। അതുകൊണ്ട് കീഴടങ്ങേണ്ടതിന് ദൈവത്തിന്റെ കൃപയാൽ കീഴടങ്ങി इसके തന്നെയാകണം. लिए अधीनता में रहने वाले सारे लोग अधीन में रहे। ആ കൂട്ടായ്മ നമുക്ക് ആവശ്യം. കൂട്ടായ്മയിൽ അന്യോന്യം കീഴടങ്ങുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. संगति हमें जरूरत है और संगति में रहते हुए अधीन में रहना है। കൂട്ടായ്മയിൽ കീഴടങ്ങുന്നത് കൊണ്ടാണ് പൗലോസ് വളർന്നത്. संगति में जिस प्रकार अधीन में था, इसके लिए पौलुस ने ऊंचा हो गया। അപ്പോസ്തല പ്രവൃത്തി 9:22 ശൗലാകുന്ന പൗലോസിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:22 प्रेरितों की किताब 9वां अध्याय 22वां वचन में पौलुस के बारे में बता रहा है। ശൗലോ മേൽക്കുമേൽ ബലപ്പെട്ടു, और पौलुस पूरी तरह से सामर्थ के साथ आगे बढ़ा। ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. सामर्थ के और सामर्थ आगे बढ़ा। എന്തുകൊണ്ട് ശൗൽ മേൽക്കുമേൽ ശക്തിപ്പെട്ടു? वो सामर्थ के अनुसार वो आगे बढ़ा। അവൻ ദമസ്കോസിൽ ആ കൂട്ടായ്മയിലായിരുന്നു. दमिश्क में पास में और वो संगति में था। കൂട്ടായ്മയിലാണ് നീ വളരുന്നത്, നീ ബലപ്പെടുന്നത്. आप संग में रहता है, संगति में रहता है, आप ऊंचे हो നീ जाता है। വളരുന്നത് ചന്തയിലല്ല വളരുന്നത്, കൂട്ടായ്മയിലാണ് നിനക്ക് വളർച്ച. बाहर नहीं रहता है, लेकिन अंदर रहते हुए संगति में बढ़ता है। അതുകൊണ്ട് നിനക്ക് എത്ര വലിയ പ്രസംഗമുണ്ടെന്ന് തോന്നിയാലും, പ്രവചനമുണ്ടെന്ന് തോന്നിയാലും, വെളിപ്പാടുണ്ടെന്ന് തോന്നിയാലും, കീഴടങ്ങേണ്ടവർക്ക് നീ കീഴടങ്ങി തന്നെയാകണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. कितने भी भविष्यवाणी रहे, कितना भी प्रचार रहे, कितना भी गाना रहे, लेकिन जिसको अधीन रहना है उनको अधीनता में आगे बढ़ना है। കാരണം എന്റെ ബൈബിൾ പറയുന്നു, ആബ്രഹാം മൽക്കിഷേദക്കിന് കീഴടങ്ങിയിരുന്നു, क्योंकि मेरा बाइबल बताता है कि अब्राहम मेल्किसेदेक के अधीन में थे, മോശ യിത്രോവിന് കീഴടങ്ങിയിരുന്നു, मूसा यित्रो के अधीन में थे, ഏലീശ ഏലിയാവിന് കീഴടങ്ങിയിരുന്നു. एलीशा एलियाब में अधीन थे। 2020 ഒക്ടോബറിൽ നീ ആർക്ക് കീഴടങ്ങുന്നു? आज इस अक्टूबर में आप किसको अधीन में हैं? നീ മറ്റുള്ളവർക്ക് സ്തോത്രം ഭാരമാകുന്നു, അതോ മറ്റുള്ളവർക്ക് നീ കീഴടങ്ങുന്നുവോ? दूसरों को आप बोझ रहेंगे क्या? पूरी तरह से अधीन में आगे എത്രത്തോളം നിന്റെ बढ़ेंगे। പാസ്റ്റർക്ക് നീ കീഴടങ്ങുന്നു? आपके पास को आप अधीन में रहना എന്നാൽ है। യേശു കർത്താവ് സൃഷ്ടികർത്താവായിരുന്നു, പക്ഷേ എങ്കിലും സൃഷ്ടിക്ക് അവൻ 30 വർഷം കീഴടങ്ങിയിരുന്നു. यीशु मसीह सृष्टि करता था, तो चाहे वो लोगों के बीच में 30 दिन 30 साल वो अधीन में थे। അവന് ഒരു ദിവസം അബദ്ധം പറ്റിയതല്ല, एक दिन उसको गलती नहीं हुआ। 30 വർഷം അവൻ കീഴടങ്ങിയിരുന്നു. 30 साल वो पूरी तरह से अधीनता में थे। താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കുന്നു, ഗർവിയ ദൈവം ദൂരത്ത് നിന്ന് അറിയുന്നു. अधीन में रहने वाले को प्रभु अच्छी रीति से जानता है। ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പറയട്ടെ, ആർക്കൊക്കെയോ കീഴടങ്ങിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. किसी तो मैं अधीनता में था, इसके लिए मैं आपको आशीषों के आज खड़ा हूँ। സോ തുടർന്നുള്ള വർഷങ്ങൾ നമുക്ക് കീഴടങ്ങി തന്നെ ജീവിക്കാം. आने वाले सालों में भी हम अधीनता में रहेंगे। നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും
നമുക്ക് അന്യോന്യം കീഴടങ്ങി തന്നെ ജീവിക്കാം. कोई मुंह खोल के प्रभु की धन्यवाद नहीं किया है, आने वाले सालों में भी हम अधीनता में रहेंगे. സമർപ്പണം സ്വന്തം ഭവനത്തിൽ അവന് സമർപ്പണം ഉണ്ടായിരുന്നു. घर में पूरी तरह से वो अधीन में थे. നമ്പർ 2, രണ്ടാമതായി വേദപുസ്തകം പറയുന്നു കൽപ്പനയുടെ മുൻപിൽ യേശു കർത്താവിന് സമർപ്പണം ഉണ്ടായിരുന്നു. आज्ञा के सामने वो पूरी तरह से अधीन थे. കൽപ്പനയുടെ മുൻപിൽ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. आज्ञा जिधर होता है वहां पर हम अधीनता होना है. വേദപുസ്തകത്തിൽ ഉപദേശങ്ങളുണ്ട്, प्रभु के वचन में उपदेश है, വേദപുസ്തകത്തിൽ കൽപ്പനകളുണ്ട്. और प्रभु के वचन में आज्ञा भी है. എത്ര കൽപ്പനകളാണ് ബൈബിളിലുള്ളത്? इतना आज्ञा प्रभु के वचन में है. പഴയ നിയമത്തിൽ മാത്രം 613 കൽപ്പനകളാണുള്ളത്. 6013 आज्ञा पुराना नियम में है. പുതിയ നിയമത്തിൽ ഉള്ളത് കൂടെ കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് 1050-ലധികം കൽപ്പനകളാണുള്ളത്. नया नियम भी एक साथ मिलागा तो 1050 है. ഓഫ് കോഴ്സ് ചിലതെല്ലാം ആവർത്തിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നു. कई बातें बार बताया गया है. സോ ഓൾ ടുഗദർ കം സേ കം ഏകദേശം 800 കൽപ്പനകളാണ് നമുക്ക് പറയാനുള്ളത്. और 800 कम से हम कम बोल सकता है. 800ഓളം കൽപ്പനകൾ അനുദിനം നമ്മൾ അനുഷ്ഠിപ്പാനുണ്ട്. हर दिन एक 800 आज्ञा को पूरी तरह से पालन करना है. സഹോദരങ്ങളെ, കൽപ്പന എന്ന് എവിടെ കേൾക്കുന്നു ഉടനെ തന്നെ അതനുസരിച്ചോളണം. जहां आज्ञा मिलता है वहां पूरी तरह से सुनना बहुत जरूरी है. യേശുവിൽ ആ സ്വഭാവം ഉണ്ടായിരുന്നു. यीशु में उस स्वभाव थे. അതെ, ഞാൻ പറയുന്നത് മണവാട്ടിയുടെ സമർപ്പണം, दुल्हन के पूरी तरह से सौंपने का अनुभव बता रहा हूं. കൽപ്പനയ്ക്ക് യേശുവിനോട് സമർപ്പണം ഉണ്ടായിരുന്നു. यीशु मसीह आज्ञा के सामने पूरी तरह से सुनता था. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 साल पहले യേശു കർത്താവ് ഇതാ യോർദാൻ നദിയിലേക്ക് നടന്നിറങ്ങുകയാണ്. योर्दान की नदी की ओर वो चल पड़ा. ആയിരങ്ങൾ അവിടെ വന്ന് സ്നാനപ്പെടുന്നുണ്ട്. हजारे एक साथ मिल जा रहा है. ആയിരങ്ങൾ അവിടെ വന്ന് സ്നാനപ്പെടുന്നുണ്ട്. हजारे वहां पर आके बपतिस्मा ले रहा है. കാരണം യോഹന്നാൻ അവിടെ ഫ്രീ ആയി സ്നാനം കഴിപ്പിക്കുന്നു. यूहन्ना वहां बपतिस्मा दे रहा है. കാരണം ജോസഫസ് അക്കാലത്ത് പറയുകയാണ്, ചരിത്രകാരൻ ജോസഫസ് പറയുന്നു, और चरित्र पुरुष जोसेफस इस प्रकार बताता है, യെരുശലേം ദേവാലയത്തിൽ സ്നാനപ്പെടണമെങ്കിൽ ചിക്കിലി കൊടുക്കണം, പൈസ കൊടുത്താലേ സ്നാനപ്പെടുത്താറുള്ളൂ. यरूशलेम के वो जगह पर पैसा देगा तो ही हम बपतिस्मा दे सकता है. ഇന്നും അങ്ങനെയുള്ള പാർട്ടികൾ ഉണ്ടായിരിക്കുക. आज भी ऐसा रहने वाले हैं. കല്യാണം കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. अगर शादी होना है पैसा देना है. മേശമേൽ സ്പെഷ്യൽ ശുശ്രൂ മറ്റേ സ്തോത്രക്കാഴ്ച വെച്ചാലേ അതേ കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. परमेश्वर के ध्यान दिया तो ही शादी में होता ആ है. ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മേശമേൽ സ്പെഷ്യൽ സ്തോത്രക്കാഴ്ച വച്ചാൽ മാത്രമേ അതേ കെട്ടിക്കൊടുക്കത്തുള്ളൂ, കല്യാണം കഴിപ്പിക്കത്തുള്ളൂ. स्पेशली परमेश्वर की ध्यान दिया तो ही उनको शादी करके देता है. സ്പെഷ്യൽ ഓഫറിംഗ് കിട്ടിയാലേ കുഴിച്ചിടത്തുള്ളൂ. स्पेशल ऑफरिंग दिया तो ही उनको गाड़ा जाता है. വിദേശത്ത് പോകുമ്പോൾ സ്പെഷ്യൽ ഓഫറിംഗ്, വിദേശത്ത് നിന്ന് വരുമ്പോൾ അതിനേക്കാൾ വലിയ ഓഫറിംഗ്. अन्य राज्य में जाने के समय में स्पेशल ऑफरिंग और वापस आने के समय में अलग ऑफरिंग. ശിശു പ്രതിഷ്ഠയ്ക്ക് വേറൊരു ഓഫറിംഗ്, അതേ സ്നാനത്തിന് വേറൊരു ഓഫറിംഗ്. बच्चों को डेडिकेट करने के लिए ऑफरिंग देता है और बपतिस्मा के लिए भी ऑफरिंग देता है. കവറ് കിട്ടുമെന്ന് വിചാരിച്ച് കവറിനെ തേടി നടക്കുന്നവർ മനസ്സിലാക്കണം, നിന്റെ ശുശ്രൂഷ പണ്ടേ കവറിനകത്തായി പോയി. कवर को ढूंढ कर जानने वालों को देखना है, आपकी सेवकाई पहले ही कवर में हो गया है. 2000 വർഷങ്ങൾക്ക് കയ്യഫാവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് 2020 നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2000 साल पहले कैफा ने किस प्रकार किया 2020 में तुम कर रहा हो. അതെ, അന്ന് കയ്യഫാവും കൂട്ടരും ആ പുരോഹിതന്മാർ പറഞ്ഞു സ്നാനപ്പെടുത്തണമെങ്കിൽ പൈസ കൊടുക്കണം. और कैफा उनके साथ में रहने वाले बताया कि बपतिस्मा देना है तो पैसा देना है. പുരോഹിതന്റെ മോൻ പുരോഹിതനാണ്. और परमेश्वर के दास के बच्चे परमेश्वर के दास हो जाता അതെ, है. പുരോഹിതന്റെ പ്രേരിത് കാ ബേട്ടാ പ്രേരിത് ഹേ. അതെ, പുരോഹിതന്റെ മകൻ പുരോഹിതനാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ പുരോഹിതൻ സഖറിയാവിന്റെ മകനാണ്. വാ, അതെ, യോർദാനിൽ യെരിഹോ സമഭൂമിയിൽ ഞാൻ ഫ്രീ ആയി സ്നാനപ്പെടുത്താം. परमेश्वर के दास मतलब प्रेरित के बच्चे प्रेरित हो जाए है, लेकिन जकरिया के बच्चे रहने वाला प्रेरित के बच्चे रहने वाला यूहन्ना बताता कि मैं फ्री से तुम्हें बपतिस्मा दूंगा. വാ, ഫ്രീ ആയി സ്നാനപ്പെടുത്താം. आजा मैं तुझे फ्री होकर बपतिस्मा Come दूंगा. on, ഈ തലമുറയിൽ അങ്ങനെ ചില ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ. വാ, ഫ്രീ ആയി ഞാൻ ശുശ്രൂഷിക്കാം. इस पीढ़ी में भी ऐसे रहने वाले कई परमेश्वर के दास ऊंचे होने पाए. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി ഞാൻ തരാം, ഫ്രീ ആയി ശുശ്രൂഷിക്കാം. मुफ्त में मुझे मिला है, मुफ्त में मैं तुझे दूंगा. കാരണം ഇത് കച്ചവടമല്ല, ഇത് ശുശ്രൂഷയാണ്. क्योंकि ये बेचने वाला बात नहीं है, सेवकाई है. വാ, ഫ്രീ ആയി സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ജനം ഇതാ ഒട്ടക രോമം കാട്ടുതേനും വെട്ടിക്കിളിയും തിന്നു നിൽക്കുന്നതായ റവല്യൂഷനിസ്റ്റിന്റെ പിന്നാലെ ആയിരക്കണക്കിന് ജനം ഇറങ്ങിച്ചെന്ന്. मुफ्त में मुझे मिला है, मुफ्त में तुझे दूंगा, मैं बपतिस्मा दूंगा करके बोलने के समय में हजारों लोग पूरी तरह से कटामाना खाने वाला और पूरी तरह से पीछे हटने वाला पूरी
पूरी तरह से भूलने के समय में वो आ जाता है। ഈ കോവിഡ് കാലത്ത് ഞാൻ ഒരു പ്രൊഫറ്റിക് വാർണിംഗ് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. इस कोविड समय में मैं तुझे एक भविष्यवाणी दूंगा. അഭിഷേകം നഷ്ടപ്പെട്ടവന്മാർ ആലയത്തിൽ അവിടെ ഇരിക്കത്തുള്ളൂ, പക്ഷേ മരുഭൂമികളിൽ വലിയ ഉണർവിന്റെ മുഴക്കങ്ങളുണ്ട്. पूरी तरह से अभिषेक नष्ट हुआ लोग संग में रहेगा, लेकिन मरुभूमि में परमेश्वर की अभिषेक पाया हुआ रहेगा. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തും. अभी तक ना सोचे हुए जगह पर छुटकारा पाएगा, अभी तक ना सोचे हुए लोगों से छुटकारा देगा. പ്രതീക്ഷിക്കാത്ത ജനക്കൂട്ടം യഹൂദിയ മരുഭൂമിയിൽ ഓടിക്കൂടുന്നു. अभी तक ना देखने वाले यहूदिया के और मरुभूमि के और ആയിരങ്ങൾ സ്നാനപ്പെടുകയാണ്. हजारों लोग बपतिस्मा ले रहा है. കൂട്ടത്തിൽ ഇതാ ഒരു ആശാരി വരികയാണ്. उसमें एक वचन आ जा रहा है. അവൻ കസേരയും കട്ടിലും മാത്രമല്ല ഉണ്ടാക്കിയത്, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നദികളെയും സമുദ്രത്തെയും ഈ യോർദാനെയും ഡിസൈൻ ചെയ്തവൻ യോർദാൻ നദിയിലേക്ക് നടന്നിറങ്ങുകയാണ്. वो केवल ये वो नहीं बनाया गया है और सारे बातों को उसने बनाया गया है, सारी सृष्टि करता है और इस नदी यॉर्दन नदी को भी वो बनाया है, वो उसके और आ रहा है. ആ യോർദാൻ നദിയിൽ അവൻ നടന്നിറങ്ങുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ ഈ എനിക്ക് സ്നാനം എടുക്കേണ്ടത് और जिस ആവശ്യം. तरीके से यॉर्दन की ओर आ रहा तो बताया है तेरे से मुझे बपतिस्मा लेना है. പക്ഷേ കൽപ്പന ആയതുകൊണ്ട് യേശു പറഞ്ഞു, और आज्ञा था यीशु मसीह कहा. കൽപ്പന ആയതുകൊണ്ട് യേശു പറഞ്ഞു, वो आज्ञा था यीशु मसीह ने कहा. ഇപ്പോൾ സമ്മതിക്കാം, अभी पूरी तरह से सुन ले. ഇപ്പോൾ സമ്മതിക്കാം, अभी पूरी तरह से सुन ले. ഇപ്പോൾ സമ്മതിക്കാം. अभी पूरी तरह से सुन ले. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. और इस प्रकार के सही प्रकार की नीतियां पूरी तरह से हो जाता സ്നാനം है. ഒരു സജഷൻ അല്ല, ഒരു കമാൻഡ്മെന്റ് ആണ്. बपतिस्मा एक सजेशन नहीं है, बपतिस्मा एक आज्ञा है. അതേ സ്തോത്രം. സ്നാനം എന്ന് പറയുന്നത് ഒരു നിർദ്ദേശമല്ല, അതൊരു കൽപ്പനയാണ്. बपतिस्मा केवल एक बता नहीं है, बपतिस्मा पूरी तरह से आज्ञा है. പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ചെയ്യാം എന്ന് പറയേണ്ടതല്ല കൽപ്പന. लड़की को शादी करके देते हुए बाद में बताऊंगा करके बोलने वाला है नहीं അങ്ങനെ आज्ञा. അങ്ങനെ കർത്താവ് ചെയ്യുമെങ്കിൽ ഞാൻ ഇങ്ങനെ മുങ്ങാം എന്ന് പറയുന്നതല്ല കൽപ്പന. वैसा परमेश्वर किया तो मैं ऐसा कहूंगा करके बोलेगा नहीं. തന്നാലും ശരി ഇല്ലെങ്കിലും ശരി, കൽപ്പന നാളെ ചെയ്യേണ്ടതല്ല, അത് ഇപ്പോൾ ചെയ്യേണ്ടതാണ്. मिला ना मिला, आज जो करना है वो है आज्ञा. ഓ ഇപ്പോൾ സമ്മതിക്കാം. अभी सुन ले. സ്നാനപ്പെടാത്തവരെ ഇപ്പോൾ സമ്മതിക്കാം. जो अभी तक बपतिस्मा ना लिया हुआ है अभी सुन ले. വേണ്ടത്തെ ഞങ്ങളെ ഫ്രീ ആയി സ്നാനപ്പെടുത്താം. ट्रिवांड्रम में हम पूरी तरह से मुफ्त में बपतिस्मा देता है. പൈസ തരണ്ട, पैसा ना दे, പൈസ തരണ്ട. पैसा ना दे. അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വല്ല വണ്ടിയും പിടിച്ചു അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങളെ പൈസ തരാം. എങ്ങനെയെങ്കിലും കർത്താവിന്റെ കൽപ്പന അനുസരിക്ക്. इधर आने के लिए कैसे भी गाड़ी पकड़ के आ, वहां तुम्हें मैं छोड़ूंगा, लेकिन परमेश्वर की आज्ञा को पाओ. ഇപ്പോൾ സമ്മതിക്കാം. अभी सुन ले. അവൻ സ്നാനപ്പെട്ടു. यीशु मसीह बपतिस्मा लिया. ഓ യേശു കർത്താവ് സ്നാനപ്പെട്ട കൽപ്പന അനുസരിച്ച്. यीशु मसीह बपतिस्मा लेकर आज्ञा को पालन किया. അടുത്ത സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. नेक्स्ट सेंटेंस बहुत इंपॉर्टेंट है. ഭൂമിയിൽ നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യാം. पृथ्वी में जो तू करना है वो किया तो स्वर्ग में जो करना है वो करेगा. ഭൂമിയിൽ നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. जो पृथ्वी में तू करना है वो तू करेगा, तो स्वर्ग में जो करना है वो प्रभु करेगा. പലരുടെ ജീവിതത്തിലും കർത്താവ് പലതും ചെയ്യാത്തത് ചെയ്യേണ്ടത് പലതും നീ ചെയ്യാത്തത് കൊണ്ടാണ്. प्रभु के वचन के अनुसार कुछ भी नहीं कर रहा है, इसके लिए तेरे जिंदगी में कुछ नहीं हो रहा है. അവൻ സ്നാനപ്പെട്ടു, അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. जब वो बपतिस्मा लिया, प्रार्थना किया तो स्वर्ग खुल गया. സ്വർഗ്ഗം തുറക്കപ്പെട്ടു. स्वर्ग तो खुल गया. സ്വർഗ്ഗം തുറന്ന് അവസാനം കല്ലറയും തുറക്കപ്പെട്ടു. स्वर्ग भी खुल गया और वहां भी खुल गया. സ്വർഗ്ഗം മുതൽ കല്ലറ വരെ സകലതും തുറക്കപ്പെട്ടു. और स्वर्ग से लेकर कब्रिस्तान तक पूरी तरह से सभी कुछ खुल गया. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന മേഖലകളും മണ്ഡലങ്ങളും വാതിലുകളും തുറക്കപ്പെടട്ടെ. യേശുവിന്റെ भाइयों നാമത്തിൽ बहनों, मैं तुझे देख के बता रहा हूं कि जो कुछ भी बंद हुआ है, जो कुछ भी बना हुआ अनुभव है, वो पूरी तरह से खुलने पाए यीशु मसीह के नाम में. ഭൂമിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. पृथ्वी में जो तू करना है वो किया तो स्वर्ग में जो प्रभु करना है वो करेगा. അതേ സ്തോത്രം. കർത്താവ് കൽപ്പന അനുസരിച്ച് यीशु मसीह पूरी तरह से आज्ञा के अधीन था. അവൻ ചെയ്യേണ്ട കാര്യമല്ല, അവൻ ദൈവത്തിന്റെ പുത്രനാണ്. उसको वो करना नहीं था क्योंकि वो परमेश्वर के संतान थे. പക്ഷെ അവൻ നമ്മുടെ മാതൃകയാണ്. क्योंकि वो हमारा उदाहरण है. അവൻ ചെയ്ത് കാണിച്ചു. वो हमें बता के दिया. യേശു കർത്താവ് ചെയ്ത് കാണിച്ചു. यीशु मसीह बता के दिया. നീ എത്ര വലിയവനെങ്കിലും എത്ര കുടുംബക്കാരനെങ്കിലും എത്ര മെത്രാച്ചന്മാർ ലയനായി നിന്റെ കുടുംബത്തിലാണെങ്കിലും യേശു കർത്താവ് സ്നാനപ്പെട്ടതുപോലെ നീയും ഒരിക്കൽ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് തന്നെയാകണം. भी ऊंचे वाले हो, कितना भी अच्छे परिवार में रहने वाले हो, कितना भी प्रेरित है, कुछ ना भी हो, यीशु मसीह हमें दिखाया गया है तो पिता पुत्र पवित्र आत्मा के नाम में हम बपतिस्मा लेना बहुत जरूरी है. അതുകൊണ്ട് അനുസരിക്ക്. पूरी तरह से सुन ले. ഇപ്പോൾ സമ്മതിക്കാം. आप भी सुन ले. ഇങ്ങനെ സകലത നീതിയും നിവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമാണ്. और ऐसे सभी कुछ बात जो नीति के अनुसार उचित है. കാരണം അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സിനേക്കാളും നല്ലത്. क्योंकि सुनने और वो अधीन है और मुझे के बाल के अनुसार है. സ്നാനപ്പെടാത്ത ആരൊക്കെയോ എന്നെ കേൾക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തീരുമാനത്തിന്റെ
തീരുമാനത്തിന്റെ സമയമാകട്ടെ. आत्मिश्वास ना दिया हुआ कोई तो मुझे सुन रहा है, आपका निर्णय का समय है. അതേ യേശുവിന്റെ നാമത്തിൽ സമർപ്പണം അതൊരു സൗന്ദര്യമാണ്. यीशु मसीह के अधिकार नाम में पूरी तरह से अधीनता एक सुंदरता है. മണവാട്ടിയുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് സമർപ്പണം. दुल्हन की एकदम बड़ी बात है कि प्रभु की ओर अधीन रहे. സ്വന്തം ഭവനത്തിൽ അവനൊരു സമർപ്പണം ഉണ്ടായിരുന്നു. अपने घर में वो अधीनता में था. വീട്ടിലും സഭയിലും നിനക്ക് സമർപ്പണം. घर में और कलीसिया में अधीनता में रहे. അതുപോലെ കൽപ്പനകളിൽ നിനക്കൊരു സമർപ്പണം. और आज्ञा के और अधीनता में रहे. നമ്പർ 3 പരിശുദ്ധാത്മാവിൽ നിനക്കൊരു സമർപ്പണം. पवित्र आत्मा में अधीनता में रहे. കൽപ്പന അനുസരിച്ച് തോന്നിയതുപോലെ ജീവിക്കല്ല. आज्ञा सुनकर कैसा भी जिया नहीं. സ്നാനപ്പെട്ടിട്ട് വീണ്ടും പഴയ പാരമ്പര്യത്തിലേക്ക് പോകല്ല. बपतिस्मा लेकर कैसा भी आगे ना बढ़े. നീ സ്നാനപ്പെട്ടെങ്കിൽ വേർപെട്ട ആരാധിക്കുക. बपतिस्मा लेकर अलग होकर आराधना കാരണം हो. ദൈവം ബേക്കറി മിക്സറിന്റെ ദൈവമല്ല, ദൈവം വേർപാടിന്റെ ദൈവമാണ്. हमारा परमेश्वर मिक्सर का परमेश्वर नहीं, हमारा परमेश्वर अलग का परमेश्वर है. അതേ ദൈവം വേർപാടിന്റെ ദൈവമാണ്. हमारा परमेश्वर अलगता का परमेश्वर കരയും है. വെള്ളത്തെയും തമ്മിൽ ദൈവം വേർപിരിച്ചു. और पृथ्वी को और पानी को अलग किया प्रभु ने. രാത്രിയും പകലും ദൈവം വേർപിരിച്ചു. रात और दिन को प्रभु ने अलग किया. ഇരുട്ടിനെയും വെളിച്ചത്തെയും തമ്മിൽ ദൈവം വേർപിരിച്ചു. अंधकार और झुट के पूरी तरह से अलग किया. അങ്ങനെയെങ്കിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒരു വേർപാടുണ്ട്. वैसे रहे तो विश्वासी और अविश्वासी के बीच में एक अलगता ഇതാ है. ബിലെയാം പറഞ്ഞു, തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതേയില്ല. बिलेयाम कहा है कि अभी तक जो बोला है वो उनके जाति के बीच में नहीं बताया गया है. ജാതികളുടെ സ്വഭാവം, ജാതികളുടെ അതേ രീതികൾ ഇല്ലാത്തതാണ് ദൈവത്തിന്റെ ജനം. जाति के स्वभाव और उनके चिंता ना रहने वाला है परमेश्वर के बच्चे. അവർ വേർപെട്ട ജനമാണ്. अलग में रहने वाला है. അവർ തുറന്നു കിടക്കുന്ന വയലെല്ലാം കെട്ടിയടച്ച തോട്ടമാണ്. वो ऐसे खुलता ना रहता है, पूरी तरह से बंधाव में है. നിനക്ക് അവരെ പോലെ പറയാൻ കഴിയത്തില്ല. तू जैसा बोलेगा वैसे नहीं बोल सकता. നിന്റെ വർത്തമാനം വ്യത്യസ്തമാണ്. मेरी बातें अलग रहे. നിന്റെ ജീവിതം വ്യത്യസ്തമാണ്. मेरी जिंदगी अलग है. നിന്റെ വീട്ടിൽ കല്യാണം നടക്കുന്നത് വ്യത്യസ്തമാണ്. मेरे घर में शादी होने वाला अलग है. നാട്ടുകാർ വന്ന് ചോദിക്കും, അതെന്നാ അങ്ങനെ? लोग आके कहेंगे वो क्यों ऐसा है. അപ്പ പറ, ഞാൻ ഭൂമിയിലെ സന്താനമല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. അവിടെ നിന്ന് യേശു കർത്താവ് വേഗം വരും. जब आके वो पूछेगा तो बताए कि मैं पृथ्वी के लोग नहीं है, मैं स्वर्ग का है, वो जल्दी आने वाला है. അതേ ദൈവത്തിന്റെ ജനത്തിന് ഒരു വേർപാടുണ്ട്. परमेश्वर के बच्चे पूरी तरह से अलग में ആ है. വേർപാടുള്ള ദൈവത്തിന്റെ ജനം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നു. अलगता में रहने वाले वो बच्चे पूरी तरह से पवित्र आत्मा के अधीन रहेंगे. പരിശുദ്ധാത്മാവിൽ സമർപ്പണമുള്ളവരാണ് ദൈവത്തിന്റെ ജനം. पवित्र आत्मा में पूरी तरह से स्वभाव वाले लोग हैं അവർ परमेश्वर के बच्चे. നാട്ടുകാരും വീട്ടുകാരും പാരമ്പര്യവും പറയുന്നതല്ല അനുസരിക്കുന്നത്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് പറയുന്നതാണ് അവരനുസരിക്കുന്നത്. और लोग जब बोलेंगे, पास में लोग बोलेंगे, वैसा नहीं. पवित्र आत्मा जो बोलेंगे वो सुनने वाला है. ലൂക്കോസ് 4:1 പറയുന്നു, लूका रचित सुसमाचार और 1 वचन യേശു बताता है. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. फिर यीशु पवित्र आत्मा से भरा हुआ यॉर्दन से लौटा और 40 ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. और आत्मा ने उनको मरुभूमि की ओर चलाया. തൃത്വത്തിൽ രണ്ടാമനെ, തൃത്വത്തിൽ മൂന്നാമനെ പരിശുദ്ധാത്മാവ് നടത്തി. और धीरे में दूसरे रहने वाले तीसरा अनुभव के आगे बढ़ाया. എന്നാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ നടത്തിയപ്പോൾ തൃത്വത്തിൽ രണ്ടാമൻ, തൃത്വത്തിൽ മൂന്നാമനെ എതിർത്തതയില്ല. അവനങ്ങ് വിധേയപ്പെട്ടു നടന്നു. जब पवित्र आत्मा ने यीशु मसीह को चलाया, दूसरे रहने वाले तीसरे को पूरी तरह से सुनते हुए आगे बढ़ा. ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. इस जमाने में, इस पीढ़ी में यीशु मसीह के पवित्र आत्मा आपको चलाना चाहता നിങ്ങൾ है. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കുക. आप पवित्र आत्मा से भरा हुआ പക്ഷേ रहने पाए പരിശുദ്ധാത്മാവിൽ തുടർന്ന് നടന്നാട്ടെ. और पवित्र आत्मा से आगे बढ़े. പ്രാർത്ഥന നേരത്തെ മാത്രം ആത്മാവിൽ നിറഞ്ഞാൽ പറ്റത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറയുമ്പോഴും ആത്മാവിൽ തന്നെ നടന്നാട്ടെ. प्रार्थना में ही पवित्र आत्मा से भरपूर नहीं रहना है. प्रार्थना खत्म होते भी परमेश्वर के आत्मा में भरपूर रहना है. ആത്മാവിൽ നിറഞ്ഞവർ ആത്മാവിൽ ഒഴിഞ്ഞവരായിട്ടല്ല നടക്കേണ്ടത്. ആത്മാവിൽ നിറഞ്ഞവർ ആത്മാവിൽ നിറഞ്ഞവരായി തന്നെ നടക്കട്ടെ. आत्मा में भरपूर होने वाले पूरी तरह से बोलना नहीं चाहिए. आत्मा में भरपूर होने वाले आत्मा में ही चलने पाए. അങ്ങനെ നടക്കുന്നെങ്കിൽ ആ നടപ്പ് വിശ്വാസത്തിന്റെ നടപ്പാണ്. ऐसा चला तो वो एक विश्वास के अनुभव है. അത് വെളിച്ചത്തിന്റെ നടപ്പാണ്. वो प्रकाशित का अनुभव है. അത് നേർവഴിക്കുള്ള നടപ്പാണ്. वो सीधे रास्ते में चलने वाला है. വേറൊരു പ്രസംഗം എനിക്ക് നേരമില്ലാതെ അങ്ങനെ പറയുവാൻ. और ऐसा बताने के लिए मेरा समय नहीं है. അതേ വേദപുസ്തകം പറയുന്നു, वचन बताता है യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി നടന്നു. यीशु मसीह पवित्र आत्मा से भरपूर होकर चला. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, मुझे सुनने वाले भाई बहनों, ആത്മാവിൽ നടന്നാട്ടെ. पवित्र आत्मा में चलो. ആത്മാവിൽ നടക്കുന്നവർക്ക് ഒരു പ്രത്യേക പേരുണ്ട്. അവരാണ് ദൈവത്തിന്റെ മക്കൾ. आत्मा में चलने वालों को ही बताया गया है परमेश्वर के बच्चे. കൈയടിക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. ताली बजाने वाला परमेश्वर के കുറച്ച് बच्चे नहीं. ബഹളം ഉണ്ടാക്കുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. गुलगुलाहट करने वाला नहीं है परमेश्वर के അങ്ങനെയാണെങ്കിൽ बच्चे. ഈ നാട്ടിൽ ഉള്ള ബഹളം ഉണ്ടാക്കുന്ന എല്ലാവരും ദൈവമക്കളായി ऐसे തീരണമല്ലോ. रहने वाले, इस जगह पर रहने वाले, गुलगुलाहट करने वाले सभी लोग परमेश्वर के बच्चे रहेंगे. എന്നാൽ റോമർ 8:14 പറയുന്നു, रोमियो के किताब 8वां अध्याय 14 वचन बताता है. ദൈവത്തിന്റെ ആത്മാവിൽ
ആത്മാവിൽ നടത്തപ്പെടുന്നവരുടെ പേരാണ് ദൈവത്തിന്റെ മക്കൾ. परमेश्वर की आत्मा में चलावट रहने वाला है परमेश्वर के बच्चे. അതേ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ആത്മാവിൽ നടക്കപ്പെടുന്നു. परमेश्वर के बच्चे परमेश्वर की आत्मा में चलता है. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്നവർ ഒരിക്കലും ജഡത്തിന്റെ പ്രവൃത്തി നിവർത്തിക്കുന്നതേ ഇല്ല. परमेश्वर की आत्मा में चलने वाले कभी भी अपने देह के अनुसार नहीं चलता है. റോമർ അതേ ഗലാത്യ ലേഖനം 5:16 അങ്ങനെ പറയുന്നു. गलाती 5 और 16 वचन बताता है. അനേകർ പറയാറുണ്ട്, कई लोग बताता है അയ്യോ പാപത്തെ ജയിക്കാൻ കഴിയുന്നില്ല, पाप से विजय नहीं पा रहा हूं, പാപത്തിൽ വീണു പോകുന്നു, पाप में गिर जा रहा हूं, ഓ പാപം പലപ്പോഴും എന്നെ പരാജയപ്പെടുത്തുന്നു. पाप मेरे को पूरी तरह से हरा रहा है. എന്നാൽ ഇന്നിതാ സൊല്യൂഷൻ വന്നു കഴിഞ്ഞു. आज मैं आपको बता रहा हूं ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. आत्मा को पूरी तरह से सुन के चलो तो पाप के पूरी तरह से देख के पूरी तरह से अनुभव नहीं होगा. ആത്മാവിൽ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. आत्मा के अनुसार चलो जो देह के अनुसार नहीं जो है. പലർക്കും പറ്റുന്ന കുഴപ്പം, कई लोग ऐसे चलता है. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആത്മാവുണ്ട്, प्लेटफॉर्म में रहने के समय में आत्मा है, മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ആത്മാവുണ്ട്, मीटिंग में रहने के समय में आत्मा എന്നാൽ है. മീറ്റിംഗ് കഴിഞ്ഞ് താഴെ പോകുമ്പോൾ വീണ്ടും സ്തോത്രം പാടിയ ജഡത്തിലാണ് ജീവിക്കുന്നത്. मीटिंग होकर नीचे चलने से ही और लोग दूसरे बात में आगे വലിയൊരു जाता है. ദേവദാസനെ കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട്. एक परमेश्वर के दास के बारे में मैं ऐसे सुना हूं. ഞാൻ ആരെയും കുറ്റം പറയത്തില്ല, मैं किसी को गलती नहीं बता रहा हूं, ദൈവം എന്നെ കുറ്റം പറവാനായി വിളിച്ചിട്ടില്ല. किसी को दोष नहीं बताना है. ദൈവത്തിന്റെ സഭയെ പണിവാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്, പൊളിക്കാനായി ദൈവം എന്നെ വിളിച്ചിട്ടില്ല. परमेश्वर के कलीसिया को बनाने के लिए गिराने के लिए नहीं. ഒരു വലിയ ദൈവദാസൻ ഒരിക്കൽ ശുശ്രൂഷിക്കുകയാണ് വലിയൊരു യോഗത്തിന് വിദേശ രാജ്യത്ത്. अन्य राज्यों में एक परमेश्वर के दास बड़ी एक दास परमेश्वर के वचन बता ആ रहा है. വിദേശ രാജ്യത്ത് ശിംശോന്റെ വീഴ്ചയെ കുറിച്ച് താൻ ഭയങ്കരമായി പ്രസംഗിച്ചു. शिमशोन के गिरा हुआ अनुभव के बारे में उसने बताया. ശിംശോന്റെ വീഴ്ചയെ കുറിച്ച് ഭയങ്കരമായി പ്രസംഗിച്ചു. शिमशोन के हिसाब में पूरी तरह से बताया. അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, अंतिम में ऐसा बोला, ഒരു സ്ത്രീക്കും ഈ പാപത്തിൽ എന്നെ വീഴ്ത്താൻ പറ്റില്ല. कोई भी स्त्री को मुझे इस पाप में गिरा नहीं सकता. ഒരു സ്ത്രീക്കും ഈ പാപത്തിൽ എന്നെ വീഴ്ത്തുവാൻ കഴിയത്തില്ല. कोई भी स्त्री मुझे इस पाप को पूरी तरह से गिरा नहीं सकता. എന്താ പറഞ്ഞത്? उसने क्या कहा? എന്നെ വീഴ്ത്താൻ കഴിയത്തില്ല, मुझे गिरा नहीं सकता, എന്നെ വീഴ്ത്താൻ കഴിയത്തില്ല. मुझे गिरा नहीं सकता. ദൈവം എന്തിയ, ദൈവകൃപ എന്തിയ, ദൈവാത്മാവ് എന്തിയ, ദൈവവചനം എന്തിയ, ഒന്നുമില്ല. എന്നെ വീഴ്ത്താൻ കഴിയത്തില്ല. परमेश्वर कहा है, परमेश्वर की आत्मा कहा है, परमेश्वर कृपा कहा है, परमेश्वर कहा है और उसने बोला है कि मुझे नहीं गिरा सकता. ഞാൻ പറയട്ടെ, ഞാൻ എന്ന വിഷയം എവിടെ ഉയരുന്നോ അവിടെ പാപമുണ്ട്, മറന്നുപോകല്ലേ. मैं ऐसा कहा जाता है वहां पाप रहेगा. അന്ന് രാത്രി ആ മനുഷ്യൻ അതേ പാപത്തിൽ തകർക്കപ്പെട്ടു. और उस रात में उसी पाप में वो गिर गया. അതുകൊണ്ട് ഇന്ന് വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, इसलिए आज मैं आपसे बता रहा हूं, ഞാൻ നടക്കുന്നു എന്ന് ആരും പറയല്ലേ, मैं चल रहा हूं करके कोई नहीं बताए, ഞാൻ ചിന്തിക്കുന്നു എന്ന് ആരും പറയല്ലേ, मैं चिंता कर रहा हूं करके कोई नहीं എന്റെ बताए, സാമ്രാജ്യം എന്ന് ആരും പറയല്ലേ. मेरा जगह करके कोई भी नहीं बताए. പകരം ആത്മാവിൽ നിറയുക. आत्मा में भरपूर हो जाओ. പരിശുദ്ധാത്മാവിനോട് പറയും, എന്നെ നടത്തണമേ. पवित्र आत्मा से कहा कि मुझे चलाओ. എന്നെ ഒറ്റയ്ക്കെന്ന് വിടരുതേ, എന്നെ ഒറ്റയ്ക്കെന്ന് എനിക്ക് നടക്കാൻ താല്പര്യമില്ല. ദൈവത്തിന്റെ ആത്മാവേ, നമുക്ക് ഒരുമിച്ച് നടക്കാം. मुझे अकेला ना छोड़े, मुझे अकेला चलने के लिए पसंद नहीं है. हे पवित्र आत्मा मेरे साथ चले. ദൈവത്തിന്റെ ആത്മാവേ, എന്നെ നടത്തണമേ. परमेश्वर आत्मा मुझे चला. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ പരിശുദ്ധാത്മാവേ. मेरे इच्छा कैसा है वैसे ही मुझे हर बार मुझे आगे बढ़ा. തിരിഹിതമില്ലാത്ത എല്ലാ വാതിലുകളും അടയട്ടെ. सारे प्रकार की पूरी तरह से बंद होने पाए. തിരിഹിതമില്ലാത്ത എല്ലാ കോളുകളും നിൽക്കട്ടെ. पूरी तरह से परमेश्वर ना रहने वाले कॉल बंद होने पाए. തിരിഹിതമില്ലാത്ത എല്ലാ ഫ്രണ്ട്ഷിപ്പും ഉടയ്ക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. पूरी तरह से मित्रता पूरी तरह से नीचे गिरने पाए. ദൈവഹിതമില്ലാത്ത എല്ലാ പാലങ്ങളും ഉടഞ്ഞു വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ. परमेश्वर की इच्छा ना रहने वाले सारे छूटने पाए. ദൈവത്തിന്റെ ആത്മാവേ, എന്നെ നടത്തണമേ. परमेश्वर की आत्मा मुझे चला. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും പറ, പരിശുദ്ധാത്മാവേ, എന്നെ നടത്തണമേ. जाके बताइए है परमेश्वर की आत्मा मुझे चला. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടന്നു, എന്നെയും പരിശുദ്ധാത്മാവേ അങ്ങ് നടത്തണമേ. यीशु आत्मा में भरपूर होकर चला है. परमेश्वर की आत्मा मुझे भी आत्मा में പ്രസംഗിക്കാൻ भरपूर होकर എല്ലാവർക്കും കഴിയും, പ്രവചിപ്പാൻ എല്ലാവർക്കും കഴിയും. हर लोगों को प्रचार कर सकता है, हर लोग भविष्यवाणी भी दे सकता എന്നാൽ है. ആത്മാവിൽ നടക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നു? लेकिन आत्मा में भरपूर होकर कितना लोग आगे चलता है. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നമുക്കും ദൈവത്തോട് കൂടെ നടക്കാം. देखिए हानोक ने जिस प्रकार यीशु मसीह के साथ चला वैसे ही हम चले. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്ര നടപ്പായിരിക്കും സഹോദരി സഹോദരന്മാരെ. वो एक चरित्र अनुभव के होगा भाई बहनों. ഞാൻ പറയുന്നു, അതൊരു അത്ഭുതത്തിന്റെ നടപ്പായിരിക്കും, അതൊരു ചരിത്രം മെനയുന്ന वो നടപ്പായിരിക്കും. एक चमत्कार के अनुभव है, एक चरित्र अनुभव रहेगा. അവൻ യേശു കർത്താവ്, അവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നടന്നു. यीशु मसीह पवित्र आत्मा में भरपूर होकर चला. പരിശുദ്ധാത്മാവിൽ നടന്നവൻ വെള്ളത്തിന് മുകളിൽ നടന്നു. पवित्र आत्मा में चला हुआ व्यक्ति पानी के ऊपर भी चला. Come on, അവൻ വെള്ളത്തിന് മുകളിൽ നടന്നു. पानी के ऊपर चला. വേറെ ആരും നടന്നില്ല, പരിശുദ്ധാത്മ നിറഞ്ഞ യേശു നടന്നു. और कोई नहीं चला, पवित्र आत्मा से भरपूर हुआ यीशु चला. നിങ്ങൾക്ക് മുൻപായി പോയ ഒത്തിരി പേർ മുങ്ങിയ സ്ഥാനങ്ങളിൽ അത്ഭുതത്തിന്റെ വഴിയായി ദൈവത്തിന്റെ കൃപയാൽ ഈ തലമുറയിൽ നിങ്ങൾ നടക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ आपके सामने चला हुआ कई लोग डूबा गया है, लेकिन आप पवित्र आत्मा से भरपूर होकर आगे चलेगा चमत्कार के अनुभव में. അടുത്തിരിക്കുന്നവർ നോക്കി പറ, മറ്റുള്ളവർക്ക് കഴിയാത്തത് നിങ്ങളാൽ സംഭവിക്കും. പറഞ്ഞാട്ടെ, बैठने वाले से
से देख के बोलो कि तू दूसरे से ना हुआ तुझे से होगा, മറ്റുള്ളവർക്ക് കഴിയാത്തത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. दूसरे से ना हुआ बात है तुझसे होगा. എങ്ങനെയെങ്കിലും നിങ്ങളുടെ PhD കൊണ്ടല്ല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ ऐसा चलेगा PhD से नहीं, पवित्र आत्मा से भरपूर होकर चलने से. യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നു. यीशु मसीह पानी के ऊपर से चला. വീണ്ടും വേദപുസ്തകം പറയുന്നു, बाइबल बताता है, യോഹന്നാൻ 19:17 വായിക്കുമ്പോൾ 19 और बाबा से बात बता रहा വലിയ മരക്കുരിശുമായി അവൻ നടക്കുകയാണ്. है. और एक बहुत बड़ा क्रूज के साथ वो चला. വലിയ മരക്കുരിശുമായി യേശു നടക്കുന്നു. वो एक बड़ा क्रूज के साथ चला. ഉടഞ്ഞും തകർന്നും ഉടയ്ക്കപ്പെട്ടും തകർക്കപ്പെട്ടും യേശു ആയിരിക്കുകയാണ്. अनुभव में ग्राम अनुभव में वो चला. വലിയ മുൾക്കിരീടം തന്റെ തലയിലുണ്ട്. के सामने गुलाब से है, നൂറുകണക്കിന് മുറിവുകൾ തന്റെ ശരീരത്തിലുണ്ട്. प्रकार के घोड़े हैं, രക്തം ധാരധാരയായി പുറത്തേക്ക് ഒഴുകുന്നു. तो बहुत ही अच्छी रीति से बह रहा है. On the way മരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. चलने से ही मृत्यु पा सकता है. ആ ചാട്ടവാർ അടികൊണ്ട് അവിടെ വെച്ച് തീരേണ്ടതായിരുന്നു. प्रकार के से वहां ही खत्म होने का था, പക്ഷേ ആ വഴിയിൽ അവൻ കുഴഞ്ഞു വീണില്ല. लेकिन वहां पर वो गिर पड़ा. ആ വഴിയിൽ വെച്ച് അവൻ അബോധാവസ്ഥയിലായില്ല. रास्ते में वो नाव गिर पड़ा. ഇടയ്ക്കൊരു ശീമോൻ ആ ക്രൂശ് താങ്ങിയെങ്കിലും शिमोन ने उस क्रूज को उठाया. യേശുവിനെ എടുത്തോണ്ട് പോയല്ല ക്രൂശിച്ചത്, അവൻ നടന്നു പോയി തന്നെ ക്രൂശിൽ കയറി. यीशु मसीह को उठाकर क्रूज के ओर नहीं चढ़ाया, उसको चलाते हुए क्रूज की ओर चलाया. യേശുവിനെ എടുത്തിട്ട് പോയല്ല ക്രൂശിച്ചത്, അവൻ നടന്നു തന്നെ ക്രൂശിൽ കയറി. यीशु मसीह को उठाते हुए आगे नहीं बढ़ा है, वो जो चलाते हुए आगे बढ़ा है. നിനക്ക് ഭയങ്കര തകർച്ചകൾ ഉണ്ടായിരിക്കും, आपको पूरी तरह से गिरावट रहेंगे, ഭയങ്കര മുറിവുകൾ ഉണ്ടായിരിക്കും. गोरे रहेंगे. ആയിരങ്ങൾ തുറിച്ചു നോക്കുമ്പോൾ ഒരു അത്ഭുതത്തിന്റെ നടപ്പായിരിക്കും നിന്റെ നടപ്പ്. കാരണം നീ ആത്മാവിൽ നടക്കുകയാണ്. हजारों लोग देखने के समय में आपके जो चलावट है वो पवित्र आत्मा से भरपूर रहने वाला चलावट रहेगा. വെള്ളത്തിലും നടക്കും കരയിലും നടക്ക്. आप पानी की ओर भी चलेगा, पृथ्वी की ओर भी चलेगा. എങ്ങനെയെങ്കിലും നടക്കത്തില്ല, നടക്കേണ്ട വിധത്തിൽ തന്നെ നടക്ക്. ऐसा भी चलना नहीं है, जिस प्रकार चलना है वैसा ही चलेगा. എങ്ങനെയെങ്കിലും പ്രസംഗിക്കല്ലേ, പ്രസംഗിക്കേണ്ട വിധത്തിൽ പ്രസംഗിക്ക. ऐसा भी प्रचार नहीं करेगा, जिस प्रकार प्रचार करना है वैसे ही प्रचार എങ്ങനെയെങ്കിലും करेगा. ജീവിക്കല്ലേ, ജീവിക്കേണ്ട പോലെ ജീവിക്ക. और जैसे भी जीतना नहीं है, जीना है वैसे ही जीना है. അതിനായി നിന്നെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. उसके मदद करने वाला है पवित्र आत्मा. മറ്റൊരുത്തനെ നീ കോപ്പി അടിക്കത്തില്ല, നിന്നെ മറ്റുള്ളവർ കോപ്പി അടിക്കത്തേ ഉള്ളൂ. और दूसरे वालों को देखकर आपने चलेगा, आपको देखकर दूसरे वाले ഒരിക്കൽ चलेगा. കൂടെ മറ്റുള്ളവർ നിന്നെ കോപ്പി അടിക്കും, നീ ഒരുത്തനെയും കോപ്പി അടിക്കത്തില്ല. दूसरे लोग आपको देखकर चलेगा, लेकिन आप तो कोई को नहीं നീ देखेगा. ഒരു ട്രെൻഡ് മേക്കർ ആയിരിക്കും. आप एक ट्रेंड मेकर हो जाएगा. നീ ഒരു ട്രെൻഡ് മേക്കർ ആയിരിക്കും. आप एक ट्रेंड बताएगा. കാരണം നീ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല നടക്കുന്നത്, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നടക്ക്. क्योंकि तू सर्टिफिकेट के हिसाब में नहीं, पवित्र आत्मा से भरपूर होकर चलता है. ആർക്കും നിന്നെ തളർത്തുവാനും തകർക്കുവാനും കഴിയത്തില്ല. തളരാതെ നീ നടക്കുവാൻ പോകുന്നു, ആത്മാവിൽ നടക്കുവാൻ പോകുന്നു. किसी को भी आपको पिछावट नहीं कर सकता, गिरा नहीं सकता, क्योंकि आत्मा के भरपूरता के साथ तू चलेगा. അതേ സ്തോത്രം. ആത്മാവിൽ വിധേയപ്പെട്ടവൻ നടന്നു. पवित्र आत्मा के अधीन होकर वो चला. പരിശുദ്ധാത്മാവിനെ എതിർക്കരുത്, पवित्र आत्मा के विरोध ना बोले, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്, पवित्र आत्मा को गुनाह नहीं, പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കരുത്. पवित्र आत्मा को निहाने के नहीं, പരിശുദ്ധാത്മാവിൽ നിറയുക, പരിശുദ്ധാത്മാവിൽ നടക്കുക. पवित्र आत्मा से भरपूर हो, पवित्र आत्मा से चलो. സ്വഭാവത്തിൽ അവൻ കീഴടങ്ങിയിരുന്നു. घर में वो अधीनता में था, അതേ സ്തോത്രം. രണ്ടാമത്തെ കൽപ്പനകൾക്ക് അവൻ आज्ञा के സമർപ്പണമുള്ളവനായിരുന്നു. और अधीन था. സ്വന്തം ഭവനത്തിൽ അവന് സമർപ്പണമുണ്ടായിരുന്നു. अपना खुद का घर में वो अधीन രണ്ട് था. സ്തോത്രം കൽപ്പനകൾ അവന് സമർപ്പണമുണ്ടായിരുന്നു. आज्ञा में पूरी तरह से वो अधीन മൂന്ന് था. പരിശുദ്ധാത്മാവിൽ അവന് സമർപ്പണമുണ്ടായിരുന്നു. पवित्र आत्मा के और अधीनता में था. നാല് ഞാൻ പറയട്ടെ, മിനിസ്ട്രിയിൽ ശുശ്രൂഷയ്ക്ക് അവന് ഭയങ്കര സമർപ്പണമുണ്ടായിരുന്നു. सेवकाई की और पूरी तरह से वो अधीनता में था. സഭയ്ക്ക് ആവശ്യമാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം. कलीसिया को बहुत बड़ी जरूरी है सेवकाई की और अधीनता. എന്നെ കേൾക്കുന്ന സകലരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. मुझे सुनने वाले सारे लोग, आप सभी को सेवकाई है. നിങ്ങളെ വിശ്വാസികളായി, സൺഡേ വിശ്വാസികളായി ദൈവം വിളിച്ചിട്ടില്ല. ദൈവം ഈ തലമുറയിൽ കൊയ്ത്തിന്റെ ശുശ്രൂഷകരായി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുകയാണ്. रविवार को एक साथ आके बैठ के आराधना करने वाले को नहीं बुलाया है, एक बहुत बड़े बातों के लिए बुलाया गया है. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. कलीसिया परमेश्वर के शरीर है. ശരീരത്തിൽ മുടിക്ക് പോലും ഒരു ജോലിയുണ്ട്. और बाल को भी शरीर में एक काम है. ശരീരത്തിലുള്ള ത്വക്കിന് പോലും ഒരു ജോലിയുണ്ട്. अपने भाग में भी एक काम है. യജമാനന്റെ വലിയ ജോലിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. सेवकाई करने के लिए परमेश्वर ने बुलाया गया है. എന്നാൽ അതേ സമയത്ത് എവിടെയാണോ സമർപ്പണമുള്ളത്, എത്രത്തോളം സമർപ്പണമുള്ളോ അത്രത്തോളം സമർപ്പണമുള്ളവരെയാണ് ദൈവം പ്രയോജനപ്പെടുത്തുന്നത്. जितना तक होना है उतना तक आगे बढ़ने वाले, अधीनता में रहने वालों को चाहता है. പോലീസുകാരുടെ സമർപ്പണം അല്ലല്ലോ പട്ടാളക്കാർക്കുള്ള സമർപ്പണം. अधीन में रहा. പോലീസുകാർക്കുള്ളതായ ട്രെയിനിങ് അല്ലല്ലോ പട്ടാളക്കാർക്കുള്ള ട്രെയിനിങ്. पुलिस को जिस प्रकार ट्रेनिंग मिलता है
वहीं से मिलिट्री को नहीं मिलता है। അതെ IPS കാർക്കുള്ള ട്രെയിനിങ് അല്ലല്ലോ, കമാൻഡോസിനുള്ള ട്രെയിനിങ്. IPS को जो मिला हुआ ट्रेनिंग वहीं से कमांडोस को नहीं मिलता है। എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുമോ അത്രത്തോളം വലിയ ട്രെയിനിങ് ആയിരിക്കും അവർക്കുള്ളത്. जितना तक ऊंचा पद में आगे बढ़ेगा वैसा उतना ट्रेनिंग रहेंगे। കേട്ടില്ല എത്രത്തോളം വലിയ ട്രെയിനിങ്ങിലായിരിക്കുമോ അത്രത്തോളം വലിയ ഉയരങ്ങളിൽ അവർ കീഴടക്കുന്നവരായിരിക്കും. और जितना तक उनको ट्रेनिंग कितना ऊंचा मिलेगा वैसा तक वो लोग आगे बढ़ते रहेंगे। ആർക്കുമില്ലാത്ത നിലവിളി നിനക്കുണ്ടെങ്കിൽ, उतना प्रकार की चिल्लाहट ആർക്കുമില്ലാത്ത കണ്ണുനീര് നിനക്കുണ്ടെങ്കിൽ, आंसू ആർക്കുമില്ലാത്ത തകർച്ചയും ഒറ്റപ്പെടലും നിനക്കുണ്ടെങ്കിൽ, നിന്റെ ഭാവിയെ കുറിച്ച് ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. और तुम्हारे भविष्य के बारे में मैं बहुत खुश हूं। കാരണം ആര് കീഴടക്കാത്ത ആത്മീയ എവറസ്റ്റുകളെ കീഴടക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. और अभी तक ने जिन्होंने ना पकड़ा हुआ अनुभव को एवरेस्ट को पकड़ने के लिए प्रभु की आत्मा तुझे पकड़ा गया है। നിന്റെ ഭാവി അസ്തമയം ഇല്ലാത്ത സൂര്യനുമായി നീ സഞ്ചരിക്കുവാൻ വേണ്ടി और പോകുകയാണ്. तेरा भविष्य जो है कभी ना करने वाला सूर्य के समान रहेगा। അതുകൊണ്ട് സമർപ്പണമുള്ളവനായിരിക്കെ. इसलिए आधीनता में എന്തിനു रहो, വേണ്ടി? ഈ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് സമർപ്പണമുള്ളവനായിരിക്കെ. परमेश्वर की सेवकाई की और अधीन में रहो। പലർക്കും തങ്ങളുടെ ശുശ്രൂഷയ്ക്കാണ് സമർപ്പണം. और कई लोग अपने सेवकाई के अधीन ആ में, എന്റെ മിനിസ്ട്രി, मेरे सेवकाई, എന്റെ സഭ, मेरे कलीसिया, ആ എന്റെ പാട്ട്, मेरे गाना, എന്റെ പ്രസംഗം, मेरे प्रचार, അവൻ എന്റെ വിശ്വാസി, वो मेरा विश्वास അവൻ है, എന്റെ വിശ്വാസി, वो मेरे विश्वासी, അവൾ എന്റെ വിശ്വാസി, वो मेरी विश्वासी, എല്ലാം എന്റേതാണ്. वो सब मेरा है। എടാ മന്ദബുദ്ധി, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഇതൊന്നും നിന്റേതല്ല, ഇത് മുഴുവൻ കർത്താവിന്റേതാ. सारे प्रकार के बातें पूरी तरह से बंद करो, ये कुछ तेरा नहीं है, നീ परमेश्वर की है। ചെയ്യുന്നത് മുഴുവനും കർത്താവിന്റേതാ. കർത്താവിന്റേതാണ് ശുശ്രൂഷ, അല്ല നിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ല ശുശ്രൂഷ. जो कुछ भी तू करेगा वो परमेश्वर का है, तेरा प्राइवेट लिमिटेड कंपनी नहीं है, परमेश्वर के सेवकाई। യേശു വരുന്നത് നിന്റെ അതേ സഭയെ ചേർപ്പാനല്ല, യേശു വരുന്നത് തന്റെ സഭയെ ചേർപ്പാനാണ്. यीशु मसीह तेरे कलीसिया को लेने के लिए नहीं आ रहा है, यीशु मसीह अपने कलीसिया को लेने आ रहा है। 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗികൻ പ്രസംഗിച്ചു. 2000 साल पहले जो पृथ्वी ने देखा हुआ सारे प्रकार की बातें 2000 बताया। വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ട ഏറ്റവും വലിയ രോഗശാന്തി ശുശ്രൂഷ വെളിപ്പെട്ടു. और एक बहुत बड़ा चंगाई के सेवकाई वहां पर हुआ। ജനമെല്ലാം എക്സൈറ്റഡ് ആയി. सभी लोग खुशी के समान हो അയ്യോ, गए। എന്തൊരു വീര്യപ്രവൃത്തി, क्या छुटकारा है, എന്തൊരു അത്ഭുതം, क्या चमत्कार है, ഓ എത്ര ഭയങ്കര വിടുതലാണ്. कितना बड़ा छुटकारा मिल गया है। മോശയുടെ കാലത്ത് ഇത് കേട്ടിട്ടില്ല. मूसा के बारे में मैं सुना नहीं, ഏലിയാവിന്റെ കാലത്ത് ഇത് ചിന്തിപ്പാൻ കഴിഞ്ഞിട്ടില്ല. एलिया के समय में चिंता नहीं कर सकता, എലീശായുടെ കാലത്ത് ഇത് എത്തി നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. एलीशा के समय पर देखने भी नहीं होता। ഡെയിലി അത്ഭുതങ്ങൾ നടക്കുകയാണ്. हर दिन चमत्कार हो रहा है। കൂട്ടം കൂട്ടമായി ഭൂതങ്ങൾ അലറി മാറുന്നു. जून जून दुष्टात्मा बाहर चिल्ला कर जा रहा है। ചിലർ പറഞ്ഞു ഇത് ഗലീലയിൽ മാത്രമെന്ന്. कई लोग बोला कि गलीले में ही No, है। no, 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 no. ഗലീലയിൽ മാത്രമല്ല, ഈ വിടുതൽ ശമരിയയിലുമുണ്ട്. शमरिया में भी है, गलीले में ही है। ഓ ശമരിയയിൽ മാത്രമല്ല, ഇത് യഹൂദിയയിലും യെരുശലേമിലും ഈ വിടുതലുണ്ട്. केवल शमरिया में नहीं, यहूदिया और यरूशलेम में भी है। ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലർ പറയും ഞാൻ കേരളത്തിൽ മാത്രമേ ജ്വലിക്കത്തുള്ളൂ, വടക്കേന്ത്യ പോകുമ്പോൾ ഞാൻ പുകയായി പോകുമെന്ന്. और कई लोगों ने बताया कि केरला में ही में ज्वलन होता है, उत्तर भारत में जाने के समय में नहीं, कुछ नहीं होता। എന്നാൽ ഞാൻ പറയട്ടെ, നിന്റെ അഭിഷേകം പ്രാന്തീയ അഭിഷേകമല്ല, പ്രാദേശിക അഭിഷേകമല്ല. നിന്റെ അഭിഷേകം യൂണിവേഴ്സൽ ഇന്റർനാഷണൽ അഭിഷേകമാണ്. और तेरे अभिषेक प्रांतों के अभिषेक नहीं है, तेरे अभिषेक इंटरनेशनल अभिषेक है। യേശു കർത്താവ് ഗലീലയിൽ നിന്നപ്പോൾ വിടുതലായിരുന്നു, ശമരിയയിൽ നിന്നപ്പോഴും വിടുതലായിരുന്നു, യെരുശലേമിൽ നിന്നപ്പോഴും വിടുതലായിരുന്നു. यीशु मसीह जब गलीले में थे वहां पर छुटकारा मिला, शमरिया में आया छुटकारा मिला, और यरूशलेम में भी आया छुटकारा मिला। अरे बाप रे, क्या छुटकारा है, എത്ര ഭയങ്കര വിടുതലായിരുന്നു. अरे बाप रे, क्या छुटकारा है, ഓ कितना बड़ा എത്ര चमत्कार हुआ, ഭയങ്കര വിടുതലായിരുന്നു. बहुत बड़ा छुटकारा हुआ। ഓ ക്യാ വചൻ ഹേ, എന്തോ വചനമായിരുന്നു, क्या वचन था, എന്തൊരു വിടുതല്, कितना बड़ा छुटकारा, എന്തൊരു വചനം, कितना बड़ा वचन, എന്തൊരു വചനം, എന്തൊരു വിടുതല്. कितना बड़ा वचन और कितना बड़ा छुटकारा। അതാണ് യേശുവിന്റെ ശുശ്രൂഷ. वही यीशु मसीह का सेवक है। വചനവും വിടുതലും, വിടുതലും വചനവും, वचन और छुटकारा, छुटकारा और वचन, വചനവും പ്രവൃത്തിയും, പ്രവൃത്തിയും വചനവും, വചനവും പ്രവൃത്തിയും, പ്രവൃത്തിയും വചനവും, അതാണ് യേശുവിന്റെ ശുശ്രൂഷ. वचन और काम, काम और वचन, वचन और काम, काम और वचन, वही परमेश्वर की അല്ലാതെ सेवकाई 7 था। പോയിന്റ് തള്ളുന്നതല്ല യേശുവിന്റെ ശുശ്രൂഷ. और जिस तरीका से बताने वाला है नहीं है यीशु मसीह का वचन। 7 പോയിന്റ് തള്ളുന്നതല്ല യേശുവിന്റെ ശുശ്രൂഷ. 7 पॉइंट्स बताने वाला नहीं है यीशु मसीह का അവൻ सेवकाई। വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു. और जो बातों में और कामों में और सामर्थ रहने वाला भविष्यवक्ता था। 2020 ഒക്ടോബർ മാസത്തിൽ അങ്ങനെയുള്ള ദൈവദാസന്മാർ എന്തിയേ? 2020 अक्टूबर महीना में ऐसे रहने वाला परमेश्वर का दास कहाँ है? ഓ എന്തൊരു വചനം, എന്തൊരു പ്രവൃത്തി. और कैसे काम और कैसे वचन। പക്ഷേ ഇത് ആരുടെ വചനമാണ്? किसका वचन है? യേശു ഒരിക്കലും പറഞ്ഞില്ല ഇത് എന്റെ വചനമെന്ന്. यीशु ने कभी नहीं कहा
है कि मेरा वचन है। ഓ യേശു ഒരിക്കലും പറഞ്ഞില്ല എന്റെ വചനമാണ്, ആരും കോപ്പി അടിക്കല്ല. കോപ്പി റൈറ്റ്. ആ ജീസസ് ഓഫ് നാസറേത്ത് കോപ്പി റൈറ്റ്. യേശു എന്റെ വചനം എന്ന് പറഞ്ഞറിയില്ല. अभी किसी ने नहीं कहा, यीशु मसीह ने कभी नहीं कहा कि कॉपीराइट ऑफ जीसस ऑफ नासरत। उसने कहा मेरा वचन नहीं है। യോഹന്നാൻ 14:24 വായിക്കുമ്പോൾ, യോഹന്നാൻ 14:24 यूहन्ना 14 और 22 वचन पढ़ने के समय में യേശു കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, यीशु मसीह इस प्रकार कहा, നിങ്ങളിപ്പോ കേൾക്കുന്ന ഈ വചനം ഉണ്ടല്ലോ, നിങ്ങൾ ഈ കേൾക്കുന്ന വചനം, तू जो सुन रहा वचन है ना, ഈ വചനം സ്തോത്രം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേതാണ് ഈ വചനം. ये वचन मेरा नहीं है, मुझे भेजा गया हुआ परमेश्वर का है, ഈ पिता का വചനം है। എന്റേതല്ല, എന്റെ പിതാവിന്റേതാണ് ഈ വചനം. ये वचन मेरा नहीं है, मेरा पिता का वचन है। നല്ലൊരു പ്രസംഗം പറയുമ്പോ മഹത്വം മേലോട്ടാ പോകുന്നേ. अच्छे एक प्रचार पढ़ने के समय महिमा ऊंचा के और चलता है। ബൈബിൾ സ്റ്റഡി വരുമ്പോ മഹത്വം കർത്താവിനാ കൊടുക്കണ്ടേ. बाइबल स्टडी होने के समय महिमा परमेश्वर की ഇത് देना എന്റെ है। വചനമല്ല, ഇത് എന്നെ അയച്ചവന്റെ വചനമാണ്. ये मेरा वचन नहीं है, मुझे भेजाया हुआ वचन है। Come on, 100% മഹത്വം രണ്ട് കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി കൊടുത്താട്ടെ. അങ്ങയുടേതാണ് ഈ വചനം. दो हाथों को उठाकर प्रभु के नाम की महिमा देने पाए, क्योंकि मुझे भेजा हुआ लोगों का वचन है। അങ്ങയുടേതാണ് വചനം, അങ്ങയുടേതാണ് വചനം, അങ്ങയുടേതാണ് വചനം. आपका ही वचन है, आपका ही वचन है, आपका ही वचन है। യോഹന്നാൻ 14:10 പറയുന്നു, यूहन्ना 14 और 10 पद बताता യേശു है, കർത്താവിന്റെ മുൻപിൽ വലിയ പ്രവർത്തികൾ നടന്നിരിക്കുന്നു. परमेश्वर के हाथों से बहुत बड़ा चमत्कार हो रहा है। 14:10 കഴിഞ്ഞ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ പ്രവർത്തികൾ നോക്കി കർത്താവ് പറയുന്നു. और 3.5 साल के कामों को देखकर यीशु मसीह कहता है, അതിന്റെ അവസാന ഭാഗം, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. प्रभु मेरे में रहते हुए उनके काम कर रहा है। പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. पिता मेरे और रहते हुए उनके काम कर रहा ഈ है। സൗഖ്യം ദൈവത്തിന്റെ പിതാവിന്റെ ये പ്രവൃത്തിയാണ്. जो चंगाई पिता के काम ഈ है, മരിച്ചവൻ എഴുന്നേറ്റത് പിതാവിന്റെ പ്രവൃത്തിയാണ്. ये जो मुर्दा हुआ उठाया वो परमेश्वर के काम ഈ है। കുഷ്ഠരോഗി ശുദ്ധമായത്, കുരുടന്റെ കണ്ണു തുറന്നത് പിതാവിന്റെ പ്രവൃത്തിയാണ്. कुछ पूरी तरह से दूर हुआ है, वो जो अंधा आंख देखा है, वो सब पिता के काम है। സോ ഈ വചനം പിതാവിന്റേതാണ്, वचन परमेश्वर पिता का ഈ है, പ്രവൃത്തിയും പിതാവിന്റേതാണ്. काम भी पिता का है। അർത്ഥം ഈ ശുശ്രൂഷ പിതാവിന്റേതാണ്. मतलब ये सेवकाई भी परमेश्वर का है, ഈ यीशु मसीह का। ശുശ്രൂഷ പിതാവിന്റേതാണ്. पिता की है सेवकाई, ഈ ശുശ്രൂഷ പിതാവിന്റേതാണ്. ये सेवकाई यीशु पिता की है। അപ്പോഴാണ് നമ്മൾ ഈ നഴ്സറി ശുശ്രൂഷ, എന്തോ കിൻഡർ ഗാർഡൻ മിനിസ്ട്രി നടത്തിയിട്ട് നമ്മൾ പറയുന്നത് മേരി ഹാഡ് എ ലിറ്റിൽ ലാം, ഇത് എന്റെ മിനിസ്ട്രിയാണ്. और किंडरगार्टन सेवकाई करते हुए हम बोलते हैं कि मेरी हैड अ लिटिल लैम्ब, और हम बोलते हैं कि ये मेरा सेवकाई है। നമ്മൾ പറയുന്നത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. हम बोलेंगे ट्विंकल ट्विंकल लिटिल स्टार। ആ ഇന്നത്തോടെ ആ പരിപാടി നിർത്തിയിട്ട് പറയുന്നു, ഇതൊന്നും എന്റേതല്ല, ഇത് മുഴുവൻ ഞാൻ അങ്ങയുടെ കരത്തിൽ आज തരുന്നു. पूरी तरह से उसको रुकाए और बोले कि मेरा नहीं, ये आपके यहाँ है। ഒരു യഥാർത്ഥ സംഭവം പറയട്ടെ. एक चला हुआ बात बताता हूँ। അമേരിക്കൻ ഐക്യനാട് നല്ലൊരു ചെറുക്കനുണ്ടായിരുന്നു, നല്ലൊരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. अमेरिका में एक अच्छे बालक था। ആ കുഞ്ഞിന് പിയാനോ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. उस बच्चे को अच्छे रीति से पियानो बजाने के लिए अच्छा लगता അമ്മ है। ആ കുട്ടിയെ കൊണ്ടുവന്ന് പിയാനോ ക്ലാസ്സിന് വിട്ട്. माँ उनको पियानो क्लास में लेके गया। 5-6 വയസ്സ് പ്രായമായിട്ടേ ഉള്ളൂ. 5-6 साल रहेगा। അതിന് സ്തോത്രം ഒരു ലുല്ലാബീസ് എന്ന് പറയും, എന്ന് പറഞ്ഞ ഒരു താരാട്ട് പാട്ട് ആ ചെറുക്കന് പിയാനോ വായിക്കാൻ അറിയാം. और एक अच्छा लुल्लाबी सॉन्ग वो पियानो में बजाता എന്ന് है। പറഞ്ഞാൽ മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പോ അല്ലെങ്കിൽ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറോ അതുപോലെയുള്ള ഏതോ ഒരു കുട്ടികളുടെ പാട്ട് 4 ലൈൻ ആ കൊച്ചിന് വായിക്കാൻ അറിയാം. और मेरी हैड अ लिटिल लैम्ब या ट्विंकल ट्विंकल लिटिल स्टार ऐसे रहने वाले बच्चों के गीत उसको पियानो में बजा सकता है। സോ സ്തോത്രം ആ കുഞ്ഞിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ अच्छे रीति से पढ़ने के समय में പെട്ടെന്ന് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു. एक एडवर्टाइजमेंट देखा। അന്ന് രാജ്യങ്ങളെ അറിയപ്പെടുന്ന, നാഷണലി ഇന്റർനാഷണലി അറിയപ്പെടുന്ന വലിയൊരു പിയാനോ ആർട്ടിസ്റ്റ് ആ ടൗൺ ഹാളിൽ ഇതാ കടന്നു വരികയാണ്. एक बहुत बड़ा एडवर्टाइजमेंट इस प्रकार देखा, इंटरनेशनली वेल नोन रहने वाला एक पियानो आर्टिस्ट वहां पर आ रहा है। അപ്പോ അമ്മയ്ക്ക് എങ്ങനെ തോന്നി, എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ വലിയ പിയാനോ ആർട്ടിസ്റ്റിന് എങ്ങനെയാ പ്ലേ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്താൽ അവനൊരു പ്രോത്സാഹനമായിരിക്കും. आपको एक अच्छा इच्छा लगा कि मेरे बच्चों को लेके जाके वो इंटरनेशनल आर्टिस्ट के पास, पियानो आर्टिस्ट के पास लेके जाके सुनाओ तो मुझे अच्छा लगेगा। അമ്മ നേരത്തെ എത്തി, माँ तो जल्दी पहुंच गया, ഇവിടെ കുട്ടി ഉണ്ടായിരുന്നു. बच्चे भी साथ में था। ഓഡിറ്റോറിയം നിറഞ്ഞ ആൾക്കാർ നേരത്തെ വന്നിരിക്കുകയാണ്. ऑडिटोरियम से पहले ही लोग आके बैठा ഒരു है। ഗ്രാൻഡ് പിയാനോ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു. एक बहुत अच्छा ग्रैंड पियानो वो प्लेटफॉर्म में ചുറ്റും है ഓർക്കസ്ട്ര ഉണ്ട്. और पूरी तरह से ऑर्केस्ट्रा भी है। ചെറുക്കൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഗ്രാൻഡ് പിയാനോ കാണുന്നത്. और बच्चा पूरी तरह से ग्रैंड पियानो पहले बार देख रहा അവൻ है। സാധാരണ പഠിക്കുന്ന ഇതിന്റെ ദശാംശത്തിന്റെ അളവേ ഉള്ളൂ. और दशांश के बात ही है वो जो सीख रहा ഈ है। വലിയ പിയാനോ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് बहुत बड़ा पियानो देख कर അമ്മ ചുറ്റുമുള്ള തന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ടപ്പോ ഈ ചെറുക്ക ഉണ്ടയിട്ട് और अपने दोस्तों से बात करने के समय में ये बच्चा उठ गया ആ ചെറുക്കൻ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി കയറി. और पूरी तरह से प्लेटफॉर्म की ओर चल गया। ആ
എത്തിപ്പിടിച്ച് ആ ഉയരമുള്ളതായ സീറ്റിൽ കയറിയിരുന്ന് और वो सीट में जाके बैठा എന്നിട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവൻ പ്രാക്ടീസ് ചെയ്ത ലുല്ലാബീസ് അങ്ങ് വായിക്കാൻ തുടങ്ങി. और गए बातें प्रैक्टिस किया हुआ बातें उसने लुयाबीस सॉन्ग बजाने लगा ആ ചുറ്റുമുള്ളതായ ഓർക്കസ്ട്രക്കാർ അത് കേട്ടു, ഓഡിയൻസ് അത് കേട്ടു. और रहने वाले सारे ऑर्केस्ट्रा और ऑडियंस भी वो पूरी तरह से सुना. टिंगल टिंगल लिटिल स्टार, लिटिल स्टार, लिटिल स्टार എന്ന് പറഞ്ഞ് ചെറുക്കനിതാ ലുല്ലാബീസ് വായിക്കുകയാണ്. दास ने जिस प्रकार के बजा के गाया वैसा ही वो बच्चे बजा रहा था. ആ നാഷണൽ ഇന്റർനാഷണൽ ഫേമസ് ആയ മനുഷ്യൻ അത് കേട്ടു. इंटरनेशनली वेल नोन रहने वाला पियानो आर्टिस्ट ने उसने सुना. അദ്ദേഹം കർട്ടൻ മാറ്റി നോക്കി, ഇതാരടാ ഞാൻ വായിക്കുന്നതിന് മുൻപ് എന്റെ പിയാനോ വായിച്ചു തുടങ്ങുന്നത്. और मैं बजाने से पहले मेरे पियानो बजाने वाला कौन है करके कर्टन देख के അപ്പം കണ്ടു വലിയ ദാഹമുള്ളത് കൊണ്ടായിരിക്കും ഒരു കൊച്ചു ചെറുക്കൻ ഇരുന്ന് വായിക്കുകയാണ്. एक छोटे बच्चे वहां पर बैठ के बजा रहा है. ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നേ? ऐसा है इसके लिए वो किया ना. ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഇത് ചെയ്യുന്നേ? पसंद है इसलिए उसने किया ना. ആഗ്രഹമുള്ള ആരോ എന്നെ കേൾക്കുന്നു. मुझे सुनने वाले में किसी तो है. ആഗ്രഹമുള്ള ആരോ കേൾക്കുന്നു. मुझे सुनने वाले किसी നീ तो है. ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ല, करने वाला अच्छा नहीं है. പക്ഷേ ആ മാസ്റ്റർ കേട്ടു നിന്റെ ഹൃദയത്തിൽ ആഗ്രഹമാണ് നീ കാണിക്കുന്നത്. हृदय की इच्छा को उसने मास्टर ने सुन लिया. മാസ്റ്റർ വേഗത്തിൽ ഓടി വന്ന് जल्दी वो आकर ഓർക്കസ്ട്ര മുഴുവൻ റെഡിയായി. ऑर्केस्ट्रा पूरी तरह से रेडी हो गया. ഓ ആ ചെറുക്കനോട് പറഞ്ഞു വായിച്ചോ വായിച്ചോ വായിച്ചോ, അത് നീ വായിക്കുന്നത് നന്നായിട്ടുണ്ട്, വായിച്ചോ. बच्चों को बोला है कि बजाओ बजाओ बजाओ, तू जो बजा रहा है अच्छा बजा रहा है. വശത്തമം വായിച്ചു ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. और जैसे बताया है वैसे ही गा रहा बजाया. എന്നാൽ അതിന്റെ തൊട്ടടുത്തിരുന്ന് നാഷണലി ഇന്റർനാഷണലി ആ തലമുറയിൽ ഏറ്റവും നല്ല പിയാനോ ആർട്ടിസ്റ്റ് തന്റെ സ്തോത്രം സ്കില്ല് മുഴുവൻ പുറത്തെടുത്ത് അദ്ദേഹം വായിപ്പാൻ തുടങ്ങി. और इंटरनेशनल वेल नोन रहने वाला पियानो आर्टिस्ट भी जिस प्रकार वो बच्चा बजाया वैसा ही उनके स्किल को पूरी तरह से ഭയങ്കര മ്യൂസിക് പുറത്ത് വരികയാണ്. अच्छी रीति से म्यूजिक साउंड बाहर आ रहा है. ഭയങ്കര ഓർക്കസ്ട്ര ശബ്ദം പുറത്ത് വരികയാണ്. ऑर्केस्ट्रा के साउंड तो बाहर आ रहा ഒരു है. വശത്ത് അതേ വായിച്ചു തുടങ്ങിയതായ പഠിച്ചു തുടങ്ങിയ കുഞ്ഞു വായിക്കുന്നു, सीखने वाले बच्चे भी एक जगह पर बजा रहा है. മറുവശത്ത് പ്രസിദ്ധനായ മാസ്റ്റർ വായിക്കുന്നു. इंटरनेशनल वेल नोन आर्टिस्ट भी बजा रहा ഓ है. ജനം ഒരുമിച്ച് കേൾക്കുകയാണ്. और लोग साथ में सुन रहा ആ है. ചെറുക്കൻ വായിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ടായിരിക്കാം. बच्चे जो बजा रहा है बीच बीच में गलती होगा. Who cares? ആ മാസ്റ്ററുടെ ശബ്ദം അതിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. लेकिन जो मास्टर का जो साउंड है वो उसको ओवरटेक करता है. ആ പുറത്തിറങ്ങിയിട്ട് ചെറുക്കൻ പറഞ്ഞു, बाहर निकल के बच्चे बोला ഞാനും ആ മനുഷ്യനും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പരിപാടി ചെയ്തത്. मैं और उस आदमी ने साथ में मिलकर काम किया. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, मैं आज बता रहा हूँ. let the master step into your life. और परमेश्वर के मास्टर वो आपके और आने पाए. മാസ്റ്റർ നിന്റെ ജീവിതത്തിലേക്ക് നടന്നു കയറട്ടെ. मास्टर आपकी जिंदगी में आने पाए. മാസ്റ്റർ നിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു കയറട്ടെ. मास्टर आपके प्लेटफॉर्म की ओर आने पाए. മാസ്റ്റർ നിന്റെ സഭയിലേക്ക് നടന്നു കയറട്ടെ. मास्टर आपके कलीसिया की ओर आने पाए. ലോകം മുഴുവൻ അതൊന്ന് കേൾക്കട്ടെ. दुनिया सारे सुनने पाए. ലോകം മുഴുവൻ അതൊന്ന് അറിയട്ടെ. दुनिया सारे सुनने पाए. ഇത് എന്റെ സഭയല്ല, വിളിച്ചു പറ ഇത് എന്റെ മാസ്റ്ററുടെ സഭയാണ്. ये वो मेरा कलीसिया नहीं है, मुझे बनाया हुआ यीशु मसीह का कलीसिया है. ഓ ഇത് എന്റെ മിനിസ്ട്രി അല്ല, എന്റെ കർത്താവിന്റെ മിനിസ്ട്രിയാണ്. मेरा सेवकाई नहीं है, परमेश्वर यीशु मसीह का सेवकाई എന്റെ है. ശബ്ദമല്ല, എന്റെ കർത്താവിന്റെ ശബ്ദമാണ്. मेरी आवाज नहीं है कि यीशु मसीह की आवाज है. കമ്മിറ്റ്മെന്റ് സമർപ്പണമുള്ളവരെ ദൈവം തേടുന്നു. अधीनता में रहने वाले को प्रभु നീ चुनता है. ഇംപെർഫെക്റ്റ് ആയിരിക്കാം. आप पूरी तरह से നീ गलती आगे ഒത്തിരി बढ़ेंगे. തകരാറുകൾ ഇന്നലകളിൽ ഉണ്ടാക്കി കാണാം. आपको गिराहट पिछले दिन में होगा. ഒത്തിരി പ്രോബ്ലംസ് നീ ഇന്നലെ കണ്ടു കാണാം. कई समस्या आप देखा होगा. ജനം പറഞ്ഞത് യു ആർ എ പ്രോബ്ലം ക്രിയേറ്റർ. और आप बोलेंगे को होगा कि आप एक समस्या बनाने പക്ഷേ वाला है. യേശുവിന്റെ നാമത്തിൽ മാസ്റ്റർ ഇതാ നിന്നോടൊപ്പം സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. लेकिन यीशु मसीह के नाम में मास्टर आपकी ओर चल रहा है. ഓ മാസ്റ്ററുടെ കഴിവ് ജനം നിന്നിലൂടെ വന്ന് കാണട്ടെ. और मास्टर को जो कार्य करता है आपसे वो देखने पाए. ഇത് എന്റെ ശുശ്രൂഷയല്ല. ये मेरा सेवकाई नहीं യേശു है. പറഞ്ഞു ഇത് എന്റെ വചനമല്ല, ये मेरे वचन नहीं है. ഇത് എന്റെ പ്രവൃത്തിയല്ല. ये मेरे काम नहीं എന്നെ है. അയച്ച എന്റെ പിതാവിന്റെ വചനമാണ്, പിതാവിന്റെ പ്രവൃത്തിയാണ്. और मुझे भेजा हुआ पिता के काम है और उनके वचन है. ഇത് എന്റെ പിതാവിന്റെ വചനമാണ്, പിതാവിന്റെ പ്രവൃത്തിയാണ്. पिता के वचन है और उनके काम है. യോഹന്നാൻ 4:34 യേശു പറഞ്ഞു, और यूहन्ना 4 और 32वां वचन बता रहा है. ഓ ഈ ശുശ്രൂഷയ്ക്കുള്ള എന്റെ സമർപ്പണം എന്തെന്നറിയോ? इस सेवकाई की ओर मेरे अधीनता क्या है मालूम? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്തവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. मुझे भेजा हुआ व्यक्ति के पूरी तरह से इच्छा को पूरी करना ही मेरा खाना है. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്തവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. मेरा मुझे भेजा हुआ परमेश्वर की जो इच्छा पूरी करते ही मेरा आहार है. നല്ലൊരു ശുശ്രൂഷ കഴിഞ്ഞാല് एक अच्छे सेवकाई होने के बाद പിന്നെ എന്തിനാ വിഭവസമൃദ്ധമായ സദ്യ? फिर क्यों अच्छे खाना? അതെ, സദ്യക്ക് എന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ല. खाना को पूरी तरह से बता नहीं सकता. പക്ഷെ ഒരു ശുശ്രൂഷ കഴിഞ്ഞാൽ അതാണ് എന്നെ തൃപ്തിപ്പെടുത്തുന്നത്. और एक अच्छे सेवकाई हुआ तो पूरी तरह से संभालता है. ആ കമ്മിറ്റ്മെന്റ് യേശുവിനുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. और वो सुविधा है. ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, चेलों को देखकर बता रहा है, ആഹാരം കണ്ട് ഞാൻ തൃപ്തിപ്പെട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? खाना देखकर मैं पूरी तरह संबंधी होकर दूध लेकर ആഹാരം क्या എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ? खाना मुझे कभी भी मुझे पूरी तरह से नहीं आया ആഹാരം എന്നെ क्या? തൃപ്തിപ്പെടുത്തിയിട്ടില്ല. खाना कभी मुझे बोल नहीं आया है. അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. और जिसने मुझे भेजा गया है उनकी इच्छा को पूरी करना ही मेरा खाना है. മിനിസ്ട്രിയാണ് എന്റെ ആഹാരം. सेवकाई मेरा खाना है. ശുശ്രൂഷയാണ് എന്റെ വിശപ്പ്. सेवकाई मेरा बोझ है. ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശക്കുക. सेवकाई के लिए मैं भूलूं. എത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയുന്നത്? ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശക്കുക. सेवकाई के लिए मैं भूलूं. ഒരു ദിവസം ശുശ്രൂഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. एक दिन सेवकाई के नाम बिना അങ്ങനെയാണെങ്കിൽ नहीं ഞാൻ सकता. പട്ടിണി കിടന്ന് ചത്തുപോകുന്നേ. अगर पूरी तरह से गिर जाएगा मर എനിക്ക് जाएगा. ശുശ്രൂഷിക്കണം. मुझे सेवकाई करना है. എനിക്ക് പ്ലാറ്റ്ഫോം വേണ്ട, എനിക്ക് മൈക്ക് വേണ്ട, എനിക്ക് ക്രൗഡും വേണ്ട. मुझे लोग नहीं चाहिए, माइक नहीं चाहिए, प्लेटफॉर्म नहीं പക്ഷേ चाहिए, എനിക്ക് ശുശ്രൂഷിക്കണം. लेकिन मुझे सेवकाई करना है. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് തന്നെ എന്റെ ആഹാരം. मुझे भेजा हुआ उनकी इच्छा पूरी करना ही मेरा खाना है. അതാണ് യേശുവിന്റെ കമ്മിറ്റ്മെന്റ്. वो ही यीशु मसीह का अधीनता അതെ, है. സ്വന്തം വീട്ടിലെ കമ്മിറ്റ്മെന്റ് സമർപ്പണം. घर में वो पूरी तरह से अधीनता था. കൽപ്പനകൾക്കുള്ള സമർപ്പണം. आज्ञा की ओर वो अधीनता. പരിശുദ്ധാത്മാവിലുള്ള സമർപ്പണം. पवित्र आत्मा की ओर वो अधीनता. ശുശ്രൂഷയ്ക്കായുള്ള സമർപ്പണം. सेवकाई की ओर वो अधीनता. നമ്പർ 5, ദൈവ ശബ്ദത്തിന് മുൻപിലുള്ള സമർപ്പണം. परमेश्वर के वचन की ओर रहने वाला अधीनता. ദൈവത്തിന്റെ ശബ്ദത്തിനുള്ള സമർപ്പണം. परमेश्वर की आवाज की ओर रहने वाला अधीनता. എപ്പോഴും ദൈവ ശബ്ദത്തിന്റെ നടുവിലായിരുന്നു യേശു ജീവിച്ചത്. परमेश्वर की आवाज के बीच में वो रहता था. എപ്പോഴും ദൈവ ശബ്ദത്തിന്റെ നടുവിലോ? हर समय में परमेश्वर की आवाज के सामने. പ്രാർത്ഥനയിൽ യേശുവിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവ ശബ്ദം ഭൂമിയിലേക്ക് അവന്റെ മേൽ ഇറങ്ങി വന്നു. प्रार्थना के दरमियान जब यीशु मसीह की आवाज पृथ्वी से उठने के समय में परमेश्वर की आवाज वहां से उठ के आया. അതാണ് നിന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. वो ही आपसे और परमेश्वर चाहता है. പ്രാർത്ഥനയിൽ നിന്റെ ശബ്ദം ഉയരുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നിന്റെ മേൽ പൊഴിയുന്നു. प्रार्थना के दरमियान आपकी आवाज ऊंचाई के समय परमेश्वर की आवाज निकल के आता പ്രാർത്ഥനയുടെ है. ശബ്ദം നിന്നിൽ നിന്ന് ഉയരട്ടെ. प्रार्थना की आवाज तेरे से उठने पाए. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നിന്റെ മേൽ മഴ പോലെ മാരി പോലെ ഇറങ്ങി വരും. वैसा रहने के समय परमेश्वर की आवाज आपकी और बारिश के समान आएगा. അവൻ രാവിലെ അവൻ പ്രാർത്ഥിച്ചു. सुबह वो प्रार्थना किया. തനിയെ പോയി പ്രാർത്ഥിച്ചു. अकेला वो प्रार्थना നല്ല किया. ഇരുട്ടുള്ളപ്പോൾ പോയി പ്രാർത്ഥിച്ചു. रात के समय में वो प्रार्थना किया. ശിഷ്യന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. चेलों के सामने प्रार्थना किया. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. रात पूरी तरह से प्रार्थना किया. എപ്പോഴും യേശു ദൈവത്തോട് സംസാരിക്കുകയാണ്. हर समय में परमेश्वर से बात करता था. എപ്പോഴും ദൈവത്തോട് हर സംസാരിക്കുകയാണ്. समय वो परमेश्वर के साथ बात करता എന്റെ था. ദൈവം മര്യാദ കെട്ടവനല്ല, അവൻ മര്യാദയുടെ ദൈവമാണ്. मेरा परमेश्वर पूरी तरह नहीं रहने वाले हैं. परमेश्वर पूरी तरह से नहीं करने वाले ചില हैं. മര്യാദ കെട്ടവരോട് എത്ര സംസാരിച്ചാലും അവർ തിരിച്ച് നമ്മോട് സംസാരിക്കത്തില്ല. और जितना भी रहने में मूर्खता रहने वाले कभी हमसे नहीं बात करता है. എന്നാൽ നമ്മുടെ ദൈവം മര്യാദയുടെ ദൈവമായതുകൊണ്ട് അവനോട് സംസാരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ടും സംസാരിക്കും. और हमारे परमेश्वर ईमानदार परमेश्वर है, इसके लिए हम जब बात करेगा वो हमसे बात करेगा. ദൈവം നമ്മോട് സംസാരിക്കും, അവനോട് നീ സംസാരിക്കുമെങ്കിൽ. परमेश्वर हमसे बात करेगा, हम उनसे बात किया तो. യേശു കർത്താവ് സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ यीशु मसीह जब बपतिस्मा लेके प्रार्थना किया तो വേദപുസ്തകം പറയുന്നു, ലൂക്കോസിന്റെ 3:22 വായിക്കുമ്പോൾ, लूकास सुसमाचार 3 और 22वां वचन. ഒന്ന് പിതാവായ ദൈവം പറഞ്ഞു, നീ എന്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. और उन्होंने बताया कि तू मेरा प्रिय पुत्र है, तू मेरे में प्रसन्न हो गया. ശുശ്രൂഷ തുടങ്ങുമ്പോൾ सेवकाई शुरुआत होने के समय ദൈവത്തിന്റെ में ശബ്ദം അവൻ കേൾക്കുന്നു. परमेश्वर की आवाज वो सुन रहा है. ശുശ്രൂഷ തുടങ്ങുമ്പോൾ ദൈവ ശബ്ദം യേശു കേൾക്കുന്നു. सेवकाई शुरुआत किया तो यीशु मसीह परमेश्वर की आवाज सुन ദൈവ रहा. ശബ്ദം കേട്ടാണ് യേശു ശുശ്രൂഷ തുടങ്ങിയത്. सेवकाई को पूरी तरह से यीशु मसीह आवाज को परमेश्वर से सुनते हुए सुना किया. അല്ലാതെ എറണാകുളവും കോട്ടയും കൊട്ടാരക്കരയും കണ്ടുപഠിച്ചിട്ടല്ല ശുശ്രൂഷ തുടങ്ങേണ്ടത്. और यहाँ पर रहने वाले कई जगहों के लोगों की बात में सुनकर नहीं. സിറോക്സ് മിനിസ്ട്രി അല്ല നിനക്ക് വേണ്ടിയത്, ഹെവൻലി മിനിസ്ട്രിയാണ് നിനക്ക് വേണ്ടിയത്. यहाँ के सेवकाई नहीं, स्वर्गीय सेवकाई होना चाहिए. ദൈവ ശബ്ദം കേട്ടിട്ടാണ് യേശു ശുശ്രൂഷ തുടങ്ങിയത്. परमेश्वर की आवाज को सुनते हुए यीशु मसीह सेवकाई को शुरुआत സഹോദരനെ किया. സഹോദരിയെ, ദൈവ ശബ്ദം കേട്ടിട്ടാണോ നീ ശുശ്രൂഷ തുടങ്ങിയത്? भाइयों बहनों, आप परमेश्वर की आवाज को सुनते हुए आप परमेश्वर की सेवकाई कर रहे हो. ആ പ്രവാചകൻ പറഞ്ഞു, മറ്റേ പ്രവാചകൻ പറഞ്ഞു, അത് വേണ്ട, ദൈവം നിന്നോട് സംസാരിച്ചോ. उस भविष्यवक्ता ने इस भविष्यवक्ता ने बताया करके नहीं, किससे बात किया क्या? കാരണം അവൻ പ്രവാചകന്റെ ദൈവമല്ല, അവൻ നിന്റെ ദൈവമാണ്. वो भविष्यवक्ता का परमेश्वर का नहीं है, तेरा परमेश्वर है. യേശു ദൈവ ശബ്ദം നേരിട്ട് കേട്ടു. परमेश्वर की आवाज को पूरी तरह से यीशु നീ मसीह ने എന്റെ सुना. പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. और तू मेरा प्रिय पुत्र है और तुझ में मैं प्रसन्न हुआ हूँ. ദൈവ ശബ്ദം കേട്ട് അവൻ ശുശ്രൂഷ ആരംഭിച്ചു. परमेश्वर की आवाज को सुनते हुए अपनी ആ सेवकाई शुरुआत ശുശ്രൂഷ किया. മുന്നോട്ട് പോയി. सेवकाई आगे बढ़ा, ജനം കൂടി വന്ന് लोग आगे लेगा. ശുശ്രൂഷയുടെ ആഴവും നീളവും വീതിയും വർദ്ധിച്ചു. और सेवकाई के नीचावट ऊंचावट बदलावट हो ആ गया. ശുശ്രൂഷ വളർന്നു. और सेवकाई बदलने അതിന്റെ लगा. ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ, ऊंचाई पद में रहने के समय में, ആ ശുശ്രൂഷയുടെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ, और सेवकाई के ऊंचे पद में रहने के समय में മറുരൂപ മലയിലേക്ക് യേശു കർത്താവ് പത്രോസ് യാക്കോബ് യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് കടന്നുപോയി. पतरस याकूब और यूहन्ना को लेकर उस आवाज के भाट के और गया. ശുശ്രൂഷയുടെ പീക്കിൽ യേശു നിൽക്കുന്ന ദിവസങ്ങളാണത്. यीशु मसीह उस सेवकाई के ऊंचाई पद में रहने
रहने वाला समय അതെ है। പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ കൂട്ടിക്കൊണ്ടവൻ കടന്നു പോകുമ്പോൾ पतरस यूहन्ना याकूब को लेकर हुए आगे बढ़ने के समय में ആരംഭത്തിൽ കേട്ട ശബ്ദം വീണ്ടും അതേ ലെവലിൽ വീണ്ടും और ആവർത്തിക്കപ്പെടുകയാണ്. जिस प्रकार ने शुरुआत में उसे सुना वैसा ही सुनने लगा। പലർക്കും പറ്റുന്നതായ കുഴപ്പം कई लोग इस प्रकार की गलती हुआ है। 1932 അവർ ദൈവശബ്ദം കേൾക്കുമായിരുന്നു. 1922 में परमेश्वर की आवाज सुनते थे। പക്ഷെ ഇപ്പൊ തുരുമ്പ് പിടിച്ചു പോയി. अभी वो लोग गहा हो गया। 1948 ദൈവശബ്ദം കേൾക്കുമായിരുന്നു. 1919 में वो लोग परमेश्वर की वचन പക്ഷെ सुनते ഇപ്പൊ थे। അകത്തെ മനുഷ്യന്റെ റേഡിയോ ഓഫ് ആയി പോയി. लेकिन अंदर के रहने वाला रेडियो ऑफ हो गया। ആദ്യം 1930കളിൽ ദൈവശബ്ദം കേട്ടിരുന്നു. 1919 में प्रभु की वचन सुन रहा പക്ഷെ था। ഇന്ന് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി. अभी तो प्रभु की कृपा तो छोड़ दिया। അന്ന് കനൽക്കട്ടയായിരുന്നെങ്കിൽ ഇന്ന് കനൽക്കട്ടയായിരിക്കെ അത് കരിക്കട്ടയാകാൻ അനുവദിക്കരുത്. और कभी भी निकलना हो ना पाए ताकि आज भी कतलना न हो ना पा जाए। അതേ വേദപുസ്തകം പറയുന്നു. परमेश्वर का वचन कहता है യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ 3 പേരുമായി മറുരൂപമരികിൽ പ്രവേശിക്കുമ്പോൾ यीशु मसीह अपने 3 चेलों के साथ वो वापस जाने के അവിടെ समय ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു वापस जाकर प्रार्थना करने के समय परमेश्वर वचन പ്രകാശമുള്ള ഒരു कहता है മേഘം അവരുടെ മേൽ നിഴലിട്ടു. हाल उनके सामने आ गया ആ തേജസ്സിന്റെ ഷെഖന ഗ്ലോറി ആ മഹത്വ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. और एक महिमा के महान की ओर से एक आवाज ഇവൻ सुना। എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു. ये मेरा प्रिय पुत्र है और इनके और मैं प्रसन्न करता हूँ। ഇവനെ ചെവി കൊടുപ്പീൻ. इनके और ध्यान लगाए। ശുശ്രൂഷ തുടങ്ങിയപ്പോഴും പ്രിയപുത്രൻ ശുശ്രൂഷനെ പീക്കിൽ നിൽക്കുമ്പോഴും അവൻ പ്രിയപുത്രൻ. सेवकाई शुरुआत करने के समय में और ऊंचाई पद में रहने के समय में वे मेरा प्रिय पुत्र है। അർത്ഥം ദൈവ ശബ്ദത്തിൽ യേശു നടന്നു, ദൈവ ശബ്ദത്തിൽ യേശു ജീവിച്ചു. मतलब प्रमेय के वचन की हिसाब सुनते हुए सुना और जीने के समय में भी वो परमेश्वर की आवाज को सुना। ശബ്ദത്തിൽ നിന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യേശു പോയതേയില്ല. परमेश्वर की आवाज से बाहे या दाहे न गया वो। ദൈവ ശബ്ദത്തിൽ തന്നെ കർത്താവ് കടന്നുപോയി. परमेश्वर की आवाज की ओर से ही वो आगे बढ़ा। വീണ്ടും വേദപുസ്തകം പറയുന്നു യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം और 12वां अध्याय यूहन्ना അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ 12:28 വായിക്കുമ്പോൾ इस प्रकार बताया गया है। ശുശ്രൂഷ എല്ലാം കഴിഞ്ഞു. सब सेवकाई हो गया। 3.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 3.5 साल हो गया। ഇപ്പോഴത്തെ യെരൂശലേം ദേവാലയത്തിന്റെ സൈഡിൽ യേശു ഇരിക്കുകയാണ്. यरूशलेम की बाग की ओर आगे बैठा है। 48 മണിക്കൂർ കഴിയുമ്പോൾ അവന്റെ ക്രൂശീകരണം ആരംഭിക്കും. घंटे होने के समय में वो क्रूस पर हो जाएगा। ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം ആയിരിക്കുമ്പോൾ, അവസാന സമയമായിരിക്കുമ്പോൾ अंतिम समय जब आ गया പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ ഒരു ശബ്ദം കേട്ടു. आवाज उन्होंने स्वर्ग से सुना। ആ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട ശബ്ദം എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്ത്. मैं उनको महिमा कर दिया है और भी महिमा की ओर आगे കഴിഞ്ഞ बढ़ाएगा। 3.5 വർഷം ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി ഒരു ക്രൂശീകരണമുണ്ട്, അതിലും മഹത്വപ്പെടുത്ത്. और 3.5 साल में महिमा का अंतर्ज्ञान गया और एक क्रूस के और है, वहां पे भी महिमा बढ़ चढ़ूंगा। ആ മുൾക്കിരീടം, ആ ക്രൂശ്, ആ ഗദശമന തിന്മയ്ക്കല്ല മഹത്വത്തിനാണെന്ന്. कि सब ना यो क्रूस या महिमा नहीं, वो कभी भी गिलावट नहीं है, वो महिमा के लिए है। അതെ, എല്ലാ സാഹചര്യത്തിലും ദൈവ ശബ്ദം അവൻ കേട്ടു. हर समय में परमेश्वर की आवाज को सुना। യേശു ജീവിച്ചത് ഓക്സിജന്റെ അറ്റ്മോസ്ഫിയറിലല്ല, ദൈവ ശബ്ദത്തിന്റെ അറ്റ്മോസ്ഫിയറിലായിരുന്നു. और यीशु मसीह ऑक्सीजन के अंदर में नहीं रहा और परमेश्वर की आवाज के अंदर में रहा। ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അത് എടുത്തോളാം. ഓക്സിജനിൽ കീഴിലല്ല നാം ജീവിക്കേണ്ടത്, ദൈവ ശബ്ദത്തിന് കീഴിലാണ് നാം ജീവിക്കേണ്ടത്. आपको वो पसंद नहीं आया, लेकिन मुझे पसंद आया। ऑक्सीजन के अंदर नहीं रहना चाहिए, लेकिन परमेश्वर की आवाज के अंदर में रहना चाहिए। ഓക്സിജൻ ഇല്ലെങ്കിൽ ചത്തുപോകത്തില്ലയോ? ऑक्सीजन पूरी तरह से मर जाएगा ना। ദൈവ ശബ്ദമുണ്ടെങ്കിൽ ചത്തതിനെ ജീവിപ്പിപ്പാൻ ദൈവത്തിന് കഴിയും. परमेश्वर की आवाज से तो मरा हुआ मृत्यु को पूरी तरह से जी उठाएगा। ദൈവത്തോട് സംസാരിക്ക. परमेश्वर से बात करो। ദൈവം നിന്നോട് സംസാരിക്കട്ടെ. परमेश्वर आपसे बात करेगा। ദൈവം നിന്നോട് സംസാരിക്കട്ടെ. परमेश्वर आपसे बात करने നിന്റെ वाला है। ദൈവം സംസാരിക്കുന്ന आपके ദൈവമാണ്. परमेश्वर बात करने അവൻ वाला है। താടിക്ക് കൈയും കൊടുത്ത് വെറുതെ ഇരിക്കുന്നവനല്ല. वो एक जगह पर चुपता ना रहने वाला അവൻ है। സംസാരിക്കുന്ന वो ദൈവമാണ്. बात करने वाला है। God's word never return void. ദൈവത്തിന്റെ വചനം ഒരിക്കലും വൃഥാവായി മടങ്ങി വരികയില്ല. परमेश्वर का वचन किसी भी तरह का अन्य नहीं होगा അത് അയച്ച കാര്യത്തെ നിവർത്തിക്ക തന്നെ और ചെയ്യും. जिस प्रकार के वचन भेजा गया है वो काम करेगा। രാത്രി മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചു കാണും, पूरी तरह से रात को आपने मेहनत किया होगा, ഒന്നും കിട്ടി കാണത്തില്ല. अभी तक ना कुछ भी होगा। ഒഴിഞ്ഞ വല, ഒഴിഞ്ഞ വെള്ളം, ഒഴിഞ്ഞാക്കൊണ്ട്, ഒഴിഞ്ഞാലമാര. पूरी तरह से निकलने वाला अनुभव, पूरी तरह से निकलने वाले आने के, पूरी तरह से रहने वाले जीवन भी रहेगा। കോവിഡ് വന്നു, എല്ലാം കൊണ്ടുപോയി, എല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. कोविड आया, सब निकल गया, सब कुछ छोड़ दिया, എല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. सब कुछ छोड़ दिया है। എന്നാൽ മറുപടി കടന്നു വരികയാണ്. लेकिन आवाज आपको सुनाई दे നിന്റെ रहा
വാക്കിന് ഞങ്ങൾ വലയിറക്കാം. लेकिन आपकी बातों को मैं पूरी तरह से जाल डालूंगा. ഒളിഞ്ഞിരിക്കുന്നവരെ ദൈവത്തിന്റെ വാക്കിന് വലയിറക്ക്. ताकि वो लोग परमेश्वर के वाच को और बिदल जाए. ദൈവത്തിന്റെ വാക്കിന് വലയിറക്ക്. परमेश्वर के वचन की और बिदल जाए. സമുദ്രത്തിൽ കിടക്കുന്ന എത്ര വെറൈറ്റി ഉണ്ടോ മുഴുവൻ വെറൈറ്റിയും വലിച്ചു കയറ്റുന്ന ഒരു പ്രവൃത്തി നിന്റെ മുൻപിലുണ്ട്. समुद्र के अंदर जितने भी वैरायटीज है वो पूरी तरह से आपके जाल में आने वाला एक अनुभव है. ദൈവ ശബ്ദത്തിൽ വലയിറക്ക്. परमेश्वर के वाच की और जाल ദൈവ डाले. ശബ്ദം കേട്ട് പഠിക്കുക. परमेश्वर के वाच को सुन के ദൈവ सीखे. ശബ്ദം കേട്ട് ശുശ്രൂഷിക്കുക. परमेश्वर के आवाज को सुनते हुए ദൈവ सेवकाई ശബ്ദം करे. കേട്ട് ബിസിനസ് ചെയ്യ്. परमेश्वर की आवाज देखकर बिजनेस करे. ദൈവ ശബ്ദം കേട്ട് കാര്യങ്ങളെ ക്രമീകരിക്കുക. परमेश्वर की आवाज को सुनते हुए कार्य को करे. ശൂന്യതകൾ നിറയുമാറാകട്ടെ. शून्य के अनुभव पूरी तरह से बनने ശൂന്യതകൾ पाए. നിറയുമാറാകട്ടെ शून्य के യേശുവിന്റെ अनुभव നാമത്തിൽ. पूरी तरह से बनने पाए यीशु मसीह के नाम में. വചനത്തിന് അവൻ സബ്മിസീവായിരുന്നു. वचन की ओर वो अधीन था. അവൻ വചനത്തിന് സബ്മിസീവായിരുന്നു. वचन की ओर वो अधीन था. വീണ്ടും വേദപുസ്തകം പറയുന്നു ലൂക്കോസ് 22:44 വായിക്കുമ്പോൾ ദൈവഹിതത്തിന് അവൻ സബ്മിസീവായിരുന്നു. 42 लूकोस समाचार 22 अध्याय जर्लेस वचन बताता है परमेश्वर की इच्छा के और अधीन था. ദൈവത്തിന്റെ ഹിതത്തിന് അവന് സ്തോത്രമാതെ സബ്മിസീവായിരുന്നു. परमेश्वर की इच्छा क्या था उसके लिए पूरी तरह से अधीन था. ലൂക്കോസ് 22:42 വായിക്കുമ്പോൾ 22 अध्याय लूका रचित समाचार और 32 वचन पढ़ने के समय में ഗെത്സമനെ തോട്ടത്തിൽ യേശു കർത്താവ് സ്തോത്രം പ്രവേശിച്ചിരിക്കുന്നു. गेत्सेमनी की और यीशु मसीह आ गया കൂടെ സ്തോത്രം ശിഷ്യന്മാരില്ല. और चेले लोग उनके साथ नहीं 3 है. പേരുള്ളത് അങ്ങോട്ട് മാറിയിരുന്ന് ഉറങ്ങുകയാണ്. 3 लोग हैं वो बाजू में बैठ के सो रहा है 9 പേർ ഈ തോട്ടത്തിന് പുറത്താണ്. और कई लोग बाहर है. യേശു കർത്താവ് ഇവിടെ ഒറ്റയ്ക്കാണ്. यीशु मसीह अकेला है. ഗെത്സമനിയിൽ അവൻ പ്രാർത്ഥിച്ചു. गेत्सेमनी की और प्रार्थना किया. ഗെത്സമനിയിൽ ദൈവപുത്രനാണ് യേശു പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി തീർന്നു. और यीशु मसीह जब गेत्सेमनी ने प्रार्थना किया था उसके आंसू उसके जो आंसू है पूरी तरह से वो खून बहा गया. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി തീർന്നു. उनके जो पसीना है पूरी तरह से खून हो गया. എനിക്ക് പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത മാനസികമായ വേദന യേശുവിന്റെ മേൽ കടന്നു വന്നു. जित तक मैंने बता नहीं सकता वैसा ही अनुभव उनके और आ गया. ഓ പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത വേദന യേശുവിന്റെ മേൽ വന്നപ്പോൾ जित तक एक बात बताने वाले बात है यीशु मसीह के और आने के समय ദൈവം में നടത്തുന്ന വഴിയിൽ നിന്ന് അവൻ ഓടിപ്പോയില്ല. यीशु मसीह जिस प्रकार कहा है वहां से दूर नहीं हुआ. അവൻ പ്രാർത്ഥിച്ചു എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. और उसने प्रार्थना किया मेरा इच्छा नहीं है तेरा इच्छा पूरा होना पाए. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. मेरा इच्छा नहीं तेरा इच्छा पूरा होना पाए. ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ മക്കളെ परमेश्वर के दासों और परमेश्वर के बच्चों നിന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി തീരുന്ന അവസ്ഥ കടന്നു വന്നാൽ तेरे पसीना खून बहाते हुए अनुभव ഏതോ होने के समय में ഗെത്സമനിയിലൂടെ നീ ഏകയായി നടന്നു പോയാൽ गेत्सेमनी की ओर तो अकेला चल पड़ने के समय में അവിടെയും ദൈവഹിതത്തിന് സബ്മിസീവായിരിക്കുക. वहां पर भी यीशु मसीह परमेश्वर की इच्छा के अनुसार अधीन हो. ദൈവഹിതത്തിന് സബ്മിസീവായിരിക്കുക. परमेश्वर की इच्छा के अनुसार अधीन हो. ദൈവഹിതത്തിന് ഏൽപ്പിക്കുക. परमेश्वर की इच्छा के और दे दे. ദൈവഹിതത്തിൽ ഒരു ഗെത്സമനിയുണ്ട്. परमेश्वर की इच्छा के अंदर एक गेत्सेमनी है. ദൈവഹിതത്തിൽ മുൾക്കിരീടം ഉണ്ട്. परमेश्वर की इच्छा के अनुसार एक घोड़े है. ദൈവഹിതത്തിൽ ചാട്ടവറടിയുണ്ട്. परमेश्वर की इच्छा में एक बड़ा बात है. ദൈവഹിതത്തിൽ ക്രൂശുണ്ട്. ക്രൂശിന് മരണമുണ്ട്. അടക്കമുണ്ട്. परमेश्वर की इच्छा में क्रूस है क्रूस में मृत्यु है मृत्यु से ऊंचा പക്ഷെ हुआ ഞാൻ है. ഗ്യാരണ്ടിയായി പറയട്ടെ लेकिन एक बात मैं बताता हूं എന്നാൽ സ്തോത്രം ആ കല്ലറ കൊണ്ട് നീ തീർന്നു പോകത്തില്ല. उस कब्रिस्तान से तू खत्म नहीं होगा. ദൈവഹിതത്തിൽ ഗെത്സമനിയും ക്രൂശും കല്ലറയും ഒക്കെ ഉണ്ടെങ്കിൽ परमेश्वर की इच्छा में गेत्सेमनी क्रूस और खबर भी है तो भी അതെ ദൈവഹിതത്തിൽ ഒരു ഉയർപ്പുമുണ്ട്. परमेश्वर की इच्छा में एक जी उठने का अनुभव भी है. എത്ര പേർ കേട്ടോ ദൈവഹിതത്തിൽ ഒരു ഉയർപ്പുമുണ്ട്. और परमेश्वर की इच्छा में एक जी उठने का अनुभव है. ദൈവഹിതത്തിൽ ജീവിച്ച് നീ ഉടഞ്ഞു എങ്കിൽ परमेश्वर की इच्छा में जीते हुए तू गिर पड़ा तो ദൈവഹിതത്തിൽ ജീവിച്ച് നീ ക്രൂശിക്കപ്പെട്ടു എങ്കിൽ परमेश्वर की इच्छा में तू क्रूस में चढ़ा दो. ദൈവഹിതത്തിൽ നീ സ്തോത്രം ഉടഞ്ഞു തകർന്ന കല്ലറയിലായി എങ്കിൽ परमेश्वर की इच्छा में पूरी तरह से कब्रिस्तान की ओर आगे बढ़ा तो भी at any time ആൾ മാറിയവനെ പോലെ ആൾ മാറിയവളെ പോലെ നിനക്കൊരു ഉദ്ധാരണവും സ്വർഗ്ഗത്തിലെ ദൈവം നൽകുവാൻ പോകുന്നു. और कभी भी तेरा जिंदगी पूरी तरह से बदलते हुए एक जी उठने का अनुभव परमेश्वर तुझे देगा. റോമർ 8 വായിക്കുമ്പോൾ रोमी की किताब 8 में पढ़ने के समय में പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇങ്ങനെ ഒരു പദമുണ്ട്. पवित्र आत्मा के बारे में इस प्रकार के बताता है. സ്തോത്രമാതെ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. यीशु मसीह को मृत्यु के बीच में से उठा हुआ परमेश्वर की आत्मा. 11 വാക്യം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. यीशु को मृत्यु के बीच में से उठाया हुआ पवित्र आत्मा. യേശു മരിച്ചു അവൻ അടക്കം ചെയ്യപ്പെട്ടു. यीशु मसीह मरा और उसको खबर में डाला. അവൻ ദൈവഹിതത്തിലായിരുന്നു. लेकिन परमेश्वर की इच्छा में था. അവൻ ദൈവഹിതത്തിലായിരുന്നു. परमेश्वर की इच्छा में था. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ദൈവഹിതത്തിലായിരുന്നു. क्रूस में जब था तो भी परमेश्वर की इच्छा में था. യേശു കർത്താവ് തകർന്നപ്പോഴും പടയാളി കുത്തി തുളച്ചപ്പോഴും ദൈവഹിതത്തിലായിരുന്നു. गिर पड़ने के समय में और बचाव के समय में परमेश्वर की इच्छा में था. ഓ ജനം പറഞ്ഞു അവൻ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. लोग बताए कि अगर ये परमेश्वर का पुत्र है तो निकल के आ.
ഓ ദൈവം അവനെ കൈവിട്ടു, അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. परमेश्वर उनको छोड़ दिया, इसके लिए ऐसे सब हो रहा है. ദൈവം അവനെ മറന്നു കളഞ്ഞു, അതുകൊണ്ടാണ് ഇതെല്ലാം അവന്റെ ജീവിതത്തിൽ വന്നത്. परमेश्वर उनको पूरी तरह से भूल गया है, इसलिए ऐसा सब आ गया. ഞാൻ പറയട്ടെ, ഇയ്യോബ് ദൈവഹിതത്തിലായിരുന്നു. परमेश्वर के वचन बताता हूं, ईयोब परमेश्वर की इच्छा के अनुसार था. യേശു കർത്താവ് ദൈവഹിതത്തിലായിരുന്നു. यीशु मसीह परमेश्वर की इच्छा के अनुसार था. അവൻ അടക്കം ചെയ്യപ്പെട്ടപ്പോൾ ആ കല്ലറയിൽ ഇരുന്നപ്പോൾ ദൈവഹിതത്തിലായിരുന്നു. गाड़ा गया खबर में था, तो भी परमेश्वर की इच्छा के अनुसार था. ജനം പറഞ്ഞു അവനെ മറന്നു കളഞ്ഞേരെ. लोग बताए कि उनको भूल जाओ. ജനം പറഞ്ഞു അവനെ മറന്നു കളഞ്ഞേരെ. ദൈവം അവനെ മറന്നു കളഞ്ഞു. लोग बोला कि उनको भूल जाओ, परमेश्वर പുള്ളിയുടെ को भूल गया. ശുശ്രൂഷയെല്ലാം പോയി, उनकी सेवकाई खत्म हुआ, പുള്ളിയുടെ അഭിഷേകമെല്ലാം പോയി. उनकी अभिषेक खत्म हो गया. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, परमेश्वर की आत्मा कहा, ഞാൻ തെളിയിക്കാം, मैं बताऊंगा, ഞാൻ ഇതിനെ തിരിച്ചു പറയിപ്പിക്കാം, मैं इसको अलग बात बताऊंगा, ഞാൻ ഇതിനെ തിരിച്ചു मैं പറയിപ്പിക്കാം, उसको अलग बात बताऊंगा, ഞാൻ ഇതിനെ തിരിച്ചു मैं പറയിപ്പിക്കാം. उसको अलग बात बताऊंगा. ഇന്ന് രാത്രി നിനക്കുള്ള പ്രവചനമാണ്, നിന്റെ നാട്ടുകാരെ കൊണ്ട് ദൈവം തിരിച്ചു പറയിപ്പിക്കാൻ പോകുന്നു. आपको रहने वाला भविष्यवाणी है कि आपके लोग बताने वाला बातें जो हो जाए. നിന്റെ മിത്രങ്ങൾ മാത്രമല്ല, നിന്റെ ശത്രുക്കളെ കൊണ്ടുപോലും ദൈവം തിരിച്ചു പറയിപ്പിക്കാൻ പോകുന്നു. आपके मित्रों से ही नहीं, आपके शत्रु से भी परमेश्वर बदल के बताएगा. പകരം സമർപ്പിക്കുക, पूरी तरह से अधीन में रहे, ദൈവഹിതത്തിൽ സമർപ്പിക്കുക. परमेश्वर की इच्छा के और अधीन रहे. ഗെത്സമനെ കണ്ട് ഓടിപ്പോകല്ലേ, गेत्सेमने को देख बात ക്രൂശ് नहीं, കണ്ട് പിന്മാറല്ലേ, क्रूस होकर पिघलना नहीं, കല്ലറ കണ്ട് മതി എന്ന് പറയല്ലേ, खपा होकर बद नहीं करना, മുന്നോട്ട് മുന്നോട്ട് आगे की ओर, आगे की ओर, മുന്നോട്ട് മുന്നോട്ട് आगे की ओर, आगे की ओर. സഖാക്കളെ മുന്നോട്ട് എന്നല്ല, സഭയെ മുന്നോട്ട്, ദൈവത്തിന്റെ ജനമേ മുന്നോട്ട്. ये कलीसिया परमेश्वर की इच्छा के अनुसार आगे बढ़ो, कलीसिया परमेश्वर की इच्छा के आगे बढ़ो, ആകെ ബഡോ ആകെ ബഡോ ആകെ ബഡോ, മുന്നോട്ട് മുന്നോട്ട്, ദൈവഹിതത്തിൽ മുന്നോട്ട്. आगे की ओर, आगे की ओर, आगे की ओर, परमेश्वर की इच्छा के अनुसार आगे की സ്വന്തം ओर. ഭവനത്തിൽ അവൻ സമർപ്പിച്ചു, घर में पूरी तरह से अधीनता में था, ദൈവത്തിന്റെ കൽപ്പനയിൽ അവൻ സമർപ്പിച്ചു, आज्ञा के और अधीन में था, പരിശുദ്ധാത്മാവിൽ അവൻ സമർപ്പിച്ചു. पवित्र आत्मा के और अधीन में था, യെസ്, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ അവൻ സമർപ്പിച്ചു, सेवकाई के और अधीन में था, ദൈവ ശബ്ദത്തിൽ അവൻ സമർപ്പിച്ചു. आवाज की और अधीन में था, സ്തോത്രം, ദൈവഹിതത്തിൽ അവൻ സമർപ്പിച്ചു. परमेश्वर की इच्छा की और अधीन था, ഏഴാമതായി അവൻ മരണത്തോളം തന്നെ താൻ സമർപ്പിച്ചു. और मृत्यु की और अपने आप को सौंपा गया, മരണത്തോളം തന്നെ താൻ സമർപ്പിച്ചു. मृत्यु की और भी अपने आप सौंपा गया. നീ എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ട. तू ऐसे एक अनुभव नहीं चाहिए. ഞാന് मैं, എന്റെ ആഗ്രഹങ്ങള്, मेरे इच्छा, എന്റെ പ്രോഗ്രാം, मेरा प्रोग्राम, ഞാൻ എഴുതി കൂട്ടിയിരിക്കുന്നത്, लिखा हुआ बात है, അത് വലിച്ചു കീറി കളയുമോ വിടുതലായിരിക്കും. वो बीच के निकाल के दो दे, छुटकारा मिल जाएगा. നീ എപ്പ ചാരമാകുമോ, നീ എപ്പ തീരുമോ, അപ്പോഴാണ് ദൈവം തുടങ്ങുന്നത്. तू कब निकल जो जाएगा, तू कब खत्म होगा, परमेश्वर के कार्य होगा. പ്രശ്നം പലപ്പോഴും ശത്രു നിനക്ക് നീ തന്നെയാണ് ശത്രു. और कई बार शत्रु अभाव हमारी हो जाता है. ആര് കൂടോത്രം ചെയ്തതല്ല, कोई भी गुनाह नहीं किया, ആര് മന്ത്രവാദം ചെയ്തതല്ല, प्रवाद नहीं किया है, ദൈവഹിതത്തിനെതിരെ നിൽക്കുന്ന നീ, നിന്റെ പരിപാടി എന്ന് പറയുന്ന കാര്യം, और परमेश्वर की इच्छा के विरुद्ध रहने वाला तू और तेरे बातें हैं. നീ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, तूने जो बना के നീ रखा, എഴുതി വച്ചിരിക്കുന്നത്, तूने जो लिखा के रखा, നീ സോളിഷായി ആഗ്രഹിക്കുന്നത്, तू जो सोचता है, കാരണം യേശു കർത്താവ് പറഞ്ഞു, यीशु मसीह कहा है, ഗോതമ്പൊടി തനിയെ ഇരുന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. जिस तरीके से गिरेगा वैसे ही रहेगा. യോഹന്നാൻ 12:24. और यूहन्ना 12 और 22 പക്ഷെ ഒരു കൊയ്ത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, लेकिन एक बहाने की तू देखा तो, ഒരു കൊയ്ത്ത് ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, एक बहाने पूरी तरह से जिंदगी में इच्छा किया तो, നിങ്ങളുടെ ലൈഫ് ഒരു ഹാർവസ്റ്റ് സീസൺ ആകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, और तेरा जिंदगी एक बहुत बड़े कितने होना അതൊരു चाहिए तो, സീസൺ അല്ല, നിന്റെ അവസാന ശ്വാസം വരെ ഒരു കൊയ്ത്തിൽ നീ ജീവിക്കണമെന്ന് और ആഗ്രഹിക്കുന്നുവെങ്കിൽ, अंतिम समय तक तेरे अंतिम श्वास तक एक अनुभव होना चाहिए तो, ഒരു കൊയ്ത്തിൽ നീ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, एक वारसे में तू आने बढ़ने का तो, അതെ, ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. उसने पूरी तरह से गिर पड़ के पूरी तरह से मृत्यु होना ആ है, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. और पूरी तरह से आदमी नीचे ने गिर पड़ना है. നോക്ക് നോക്ക് നോക്ക്, ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കല്ലേ, देखिए ऐसा पकड़ने ना बैठे, അതിനങ്ങ് വിടണം. पूरी तरह से छोड़ दे. നിന്റെ കൈ എംറ്റി ആകട്ടെ, तेरा हाथ शून्य होने നിന്റെ पाए, ഹൃദയം എംറ്റി ആകട്ടെ, हृदय शून्य होने पाए, നിന്റെ തല, നിന്റെ ചിന്ത എംറ്റി ആകട്ടെ, तेरा सिर, तेरा चिंता അത് ഒഴിയട്ടെ, वो पूरी तरह से അത് ഒഴിയട്ടെ ഒഴിയട്ടെ ഒഴിയട്ടെ. दूर निकल पाए, दूर ഞാൻ निकल ഈ पाए. ദൂത് പ്രിപ്പയർ ചെയ്യുമ്പോൾ इस वचन को मैं पढ़ने के समय പരിശുദ്ധാത്മാവിനെ കാണിച്ചത്, पवित्र आत्मा मुझे ചില दिखाया. റൂമുകളിൽ ചിലർ നെടുമ്പാട് വീണ് കിടന്ന് കരയുന്നത് ദൈവാത്മാവിനെ കാണിച്ചു. किसी कमरे पर कई लोग गिरा हुआ गिरते हुए അങ്ങനെ रोते हुए मैंने देखा. അങ്ങനെ ഒരു സമർപ്പണം ഇന്ന് രാത്രി ഇപ്പോൾ ഉണ്ടാകട്ടെ. ऐसे एक अनुभव, एक अधीनता आपकी ओर आने Come on, पाए. നിങ്ങൾ ഒറ്റയ്ക്കാണ് എങ്കിൽ आप अकेला है तो മുട്ടുകളെ മടക്കുകയല്ല, बिना नहीं നെടുമ്പാട് വീണ് ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, पढ़ते हुए परमेश्वर से बोले, ഞാനാകുന്ന ഗോതമ്പ് മണി ഇതാ നിലത്ത് വീഴട്ടെ, मेरे वाले किसने नीचे गिरने पाए, ഞാനാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീഴട്ടെ, मेरे वाले किसने नीचे गिरने पाए, കർത്താവേ ഞാനാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീഴട്ടെ, मेरे वाले गिरने वाले पूर्ण तरह से नीचे गिरने पाए. ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. मेरे से അതെല്ലാം ചാകട്ടെ, पूरी तरह से
യോഹന്നാൻ 10:18 യേശു കർത്താവ് പറഞ്ഞു, यूहन्ना 10 और 18 वचन में അവന്റെ बताया മരണം തന്നെ അതൊരു സമർപ്പണമായിരുന്നു, സബ്മിസീവ് ആയിരുന്നു. സ്തോത്രം. അതെ, അവന്റെ മരണം തന്നെ ഒരു സമർപ്പണമായിരുന്നു. मृत्यु ही एक अधीनता के अनुभव में था. ആരും എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ എന്റെ ജീവനെ കൊടുക്കുന്നു. അതിന് കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, അതിനെ വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. कोई भी मेरे से जीतने जा रहा है, मैं दे रहा हूं, मैं पूरी तरह से दे रहा हूं, मुझे उसके लिए अधिकार है. അതെ, ആരും എന്നിൽ നിന്ന് അത് എടുക്കുകയല്ല. कोई भी मेरे से निकल नहीं जा रहा है. അർത്ഥം, ഞാൻ ക്രൂസിൽ മരിക്കുമ്പോ യഹൂദ പടയാളി, യഹൂദ മതമോ റോമൻ പടയാളികളോ എന്നെ കൊല്ലുകയല്ല. आज जब मैं क्रूज में मरता हूं, या यहूदी लोग या रोमन सैनिक मुझे पूरी तरह से देने नहीं जा रहा है. യഹൂദ മതത്തിന് എന്നെ കൊല്ലാൻ കഴിയില്ല. यहूदी को मुझे मार नहीं सकता. റോമാ സാമ്രാജ്യത്തിന് എന്നെ കൊല്ലാൻ പറ്റത്തില്ല. रोमियो को भी मुझे मार नहीं सकता, കാരണം ഞാൻ ദൈവമാ. क्योंकि मैं परमेश्वर हूं. അവരെടുക്കുകയല്ല, वो ले रहे नहीं, പകരം ഞാൻ കൊടുക്കുകയാണ്. मैं दे रहा हूं. അവരെടുക്കുകയല്ല, वो ले रहे नहीं, അവന്റെ ജീവനെ എടുക്കുകയല്ല, वो लोग मेरे जीवन को ले रहे नहीं, പകരം ഞാൻ കൊടുക്കുകയാണ്. मैं दे रहा हूं. എന്നെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, मुझे देने के लिए अधिकार है, എന്നെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. मुझे लेने के लिए भी अधिकार है. ഗോതമ്പ് വേണി തനിയെ ഇരുന്നാൽ അതങ്ങനെ തന്നെ ഇരിക്കും. അത് ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കാം. कितने ऐसा रहेगा तो वैसे ही रहेगा, लेकिन वो मरा तो पूरी तरह से फलवंत हो ഇന്ന് जाएगा. രാത്രിയിൽ आज रात നിന്റെ ഇംഗിതങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇട്ടുകൊടുക്കാമോ? तेरे जो बात है वो पूरी तरह से गिर पड़ेगा. ദൈവത്തോട് പറഞ്ഞാട്ടെ, परमेश्वर से बताए, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, मैं अपने आप को ഞാൻ सौंपता हूं. എന്നെ തന്നെ मैं സമർപ്പിക്കുന്നു. पूरी तरह से अधीनता में हो जाता हूं. എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കത്തില്ല. मेरा बातें करके नहीं देखूंगा. സമർപ്പണം, സമർപ്പണം, സമർപ്പണം. अधीनता अधीनता अधीनता. ഓ, എന്റെ ആത്മമണവാളൻ പറയുന്നതിന് മണവാട്ടി പറയട്ടെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. मेरा दुल्हा के ओर देख के बोलने पाए, दुल्हन हे मेरे आत्मा को पूरी तरह से आपकी ओर से अधीनता करता എന്റെ हूं. ആത്മമണവാളന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. मेरे दुल्हा को मैं पूरी तरह से सौंपता हूं. പലരും തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തിയത് സമർപ്പിക്കാത്തത് कई കൊണ്ടാണ്. लोग अपनी जगह को पूरी तरह से खो लिया है, वो अपने साबित नहीं है. ഒരു സെന്റൻസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. एक बात बता के बताना हूं. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് हजारों साल पहले ഇതാ ഒരു രാജധാനിയിൽ ഭയങ്കര ഒരു വിരുന്ന് നടക്കുകയാണ്. बहुत बड़ी बातें हो जा रहा है. അവിടെ വസ്തി എന്ന് പറയുന്ന വലിയൊരു രാജ്ഞി ഉണ്ടായിരുന്നു. वास्ती करके एक रानी है. ഓ, വേദപുസ്തകം പറയും, നമ്മുടെ രാജാവ് പറഞ്ഞു, വസ്തി റാണി സ്തോത്രം ഈ വിരുന്നിലേക്ക് കടന്നു വരട്ടെ. हे वास्ती रानी, ये भोजन की ओर आ जाए. രാജാവ് ഇതാ പറയുകയാണ്, വസ്തി റാണി ഈ സ്തോത്ര വിരുന്നിലേക്ക് കടന്നു വരിക. और राजा इस प्रकार कहता है कि वास्ती रानी तू इस जगह की ओर आ जाए. എന്നാൽ വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. वास्ती वहां पर नहीं गया. വസ്തിക്ക് സമർപ്പണം ഉണ്ടായിരുന്നില്ല. उसको पूरी तरह से अधीनता में नहीं എസ്തർ था. 1:12 പറയുന്നു, വസ്തി സ്തോത്രം അതെ രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. और राजा के जो आज्ञा को पूरी तरह से दूर करते हुए वास्ती ने वहां नहीं चला. പലരെ ദൈവം സമർപ്പിക്കാൻ പറഞ്ഞപ്പോ പോകുന്നില്ല. कई लोगों को परमेश्वर की ओर अधीन करो करके बोलने के समय कोई नहीं जा रहा है. പലരുടെ ജീവിതത്തിൽ പ്രസംഗം കേൾക്കുന്നു, സമർപ്പണമില്ല. कई लोग के और वचन सुन रहा है, लेकिन अधीनता नहीं है. സമർപ്പണമില്ല. अधीन में नहीं പ്രസംഗം रहा है. കേൾക്കുന്നു, प्रचार तो सुन रहा പാട്ട് है, പാടുന്നു, गाना तो गा रहा है, ഉള്ളിൽ അതിന്റെ കമ്മിറ്റ്മെന്റ് ഇല്ല, लेकिन उसमें पूरी तरह से सौंपने का अनुभव नहीं है. സമർപ്പണമില്ല. समर्पण या सौंपने का अनुभव नहीं है. സമർപ്പണം അതൊരു സൗന്ദര്യമാണ്. अधीनता एक सुंदरता है. സമർപ്പണം അതൊരു സൗന്ദര്യമാണ്. अधीनता एक सुंदरता है. റബലിയസായി നിൽക്കുന്നവനെ രാജാവ് വെറുത്ത് കളയും. जहाँ रहने वालों को राजा पूरी तरह से दूर करेगा. റബലിയസായി നിൽക്കുന്നവനെ ദൈവം വെറുത്ത് കളയും. जहाँ रहने वालों को पूरी तरह से राजा निकल जाएगा. അത് അങ്ങനെ രാജാവിന്റെ കോപം മുഴുത്ത വസ്തി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. राजा क्रोध उठा और वास्ती को उस जगह से निकल दिया. വസ്തിയുടെ കസേര പോയി. और वास्ती का जो कुर्सी है निकल गया. പലരുടെയും ശുശ്രൂഷകൾ പോയി. कई लोग के सेवकाई निकल പലരുടെ पड़ा. അഭിഷേകം പോയി. कई लोग के अभिषेक निकल പലരുടെ गया. അവസരങ്ങൾ പോയി. कई लोग के अवसर को भी निकल गया. കാരണം റബലിയസ് ആയതുകൊണ്ട്, क्योंकि वो भिन्न तो है. ലൂസിഫറിനെ പോലെ റബലിയസ് ആയതുകൊണ്ട് लूसीफर के समान है, इसलिए അവരുടെ അവസരങ്ങൾ പോയി. उनके अवसर खो गया. വസ്തി ചെല്ലാതിരുന്ന അവളുടെ അവസരം പോയി. वास्ती नहीं गया, उनकी अवसर निकल पड़ा. പക്ഷേ വേദപുസ്തകം പറയുന്നു, എന്നാൽ വസ്തി പോയ സ്ഥാനത്ത്, बाइबल इस प्रकार कहता है, जिधर वास्ती निकल गया വസ്തി പോയ സ്ഥാനത്ത് ഇതാ എസ്തേറിനെ ദൈവം ആ സ്ഥാനത്തിരുത്തി. और जिस जगह से वास्ती निकल गया वहां पर एस्तेर को परमेश्वर ने बैठाया. വസ്തി പോയ സ്ഥാനത്ത് എസ്തേറിനെ ദൈവം ഇരുത്തി. वास्ती जिधर से निकल गया वहां पर एस्तेर को बिठाया. മെറ്റഫോറായി, ഒരു ഭാവാർത്ഥമായി ഞാൻ ഇങ്ങനെ പറയട്ടെ. एक बातों को मैं ऐसे सोच विचार के अनुसार बताता हूं. അതേ സ്തോത്രം, ഒരു മെറ്റഫോറായി, ഒരു ഭാവാർത്ഥമായി ഞാൻ
ഞാൻ പറയട്ടെ, सोच विचार के साथ एक बात बताता हूँ। ഇസ്രായേലിനെ ദൈവമാക്കി വെച്ച്, इस्राएल को परमेश्वर ने रखा, ഇസ്രായേലിനെ ദൈവമാക്കി വെച്ചു, इस्राएल को परमेश्वर ने रखा, സ്വന്തം ജനമെന്നാക്കി വെച്ചു. अपने खुद के बच्चे करके പക്ഷെ बताया, അവർ അനുസരിച്ചില്ല. लेकिन वो सुना नहीं, അവർക്ക് സബ്മിസീവ്, അവർക്ക് സമർപ്പണമുണ്ടായില്ല. वो आधीनता में नहीं रहा, അവർക്ക് സമർപ്പണമില്ലാത്തത് കൊണ്ട് वो आधीनता में नहीं रहा, इसलिए ദൈവം അവരെ മാറ്റി. उनको छोड़ दिया, ദൈവം അവരെ മാറ്റിയിട്ട് ദൈവസഭയെ എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തു. उनको वहां से छोड़कर मुझे और तुझे कलीसिया में परमेश्वर ने बनाया, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. हमें परमेश्वर ने ढूंढ ഇന്ന് लिया। രാത്രി ദൈവത്തോട് പറഞ്ഞാട്ടെ, आज रात बताए, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. मैं अपने आप को प्रभु की ओर താങ്ക് യു समर्पित ജീസസ്. രണ്ട് കരങ്ങളെ ഉയർത്തി हूं। दोनों हाथों को उठाकर നെടുമ്പാട് വീഴേണ്ടവർക്ക് നെടുമ്പാട് വീഴ. नीचे गिरावट करने वाले नीचे അപ്പ गिरावट, ഉപയോഗിക്കണമേ, परमेश्वर इस्तेमाल कीजिए, ഉപയോഗിക്കണമേ. मुझे इस्तेमाल कीजिए, അഭിഷേകം ചെയ്യണമേ. अभिषेक से भरपूर कीजिए। ഒരേ ഒരു ജീവിതം, एक ही जिंदगी है, ഒരേ ഒരു ജീവിതം. एक ही जिंदगी है, ഇതെന്റെ ജീവിതമല്ല, ये मेरा जिंदगी नहीं है, ഇത് അങ്ങ് എനിക്ക് നൽകിയ ജീവിതം, അങ്ങയുടെ ജീവിതം. ये आपकी जिंदगी है, आप मुझे दिया हुआ जिंदगी है। ഉപയോഗിക്കണമേ, मुझे इस्तेमाल कीजिए, ഉപയോഗിക്കണമേ. इस्तेमाल कीजिए। രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. दोनों हाथों को उठाकर प्रभु से प्रार्थना करें, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, सभी लोग मिलकर प्रार्थना करें, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, सभी लोग मिलकर प्रार्थना करें। എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഡിസ്പ്ലേ ദ സോങ്. എല്ലാവരും